ഞാൻ സ്റ്റാർട്ട് ചെയ്യട്ടെ? നിങ്ങൾക്ക് ഞാൻ മൊഡ്യൂൾ 4ന്റെ നോട്ട്സ് ഷെയർ ചെയ്തിരുന്നു. അപ്പോൾ മൊഡ്യൂൾ 4ന്റെ ഒരു ഔട്ട്ലൈനെ തരാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. കാരണം നിങ്ങൾക്ക് യൂണിവേഴ്സിറ്റി എക്സാം നടക്കുന്നതിൻ്റെ ഇടയിൽ ക്ലാസ് അത്ര എഫക്റ്റീവ് അല്ല. എന്നാലും കുറച്ച് സ്റ്റുഡൻസിന് അത് നേരത്തെ വേണം, കുറച്ച് പേർക്ക് അതിന് ശേഷം മതി എന്നൊക്കെ പറഞ്ഞു. അതാണ് ഒരു കൺഫ്യൂഷൻ വന്നത്. സ്റ്റിൽ നമുക്ക് നിങ്ങൾക്ക് എക്സാമിൻ്റെ ഇടയിലായതുകൊണ്ട് വളരെ ഡെപ്തിലുള്ള എക്സ്പ്ലനേഷൻ അങ്ങനെയൊന്നും ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ജസ്റ്റ് ഇതിൻ്റെ ഒരു ഓവർ വ്യൂ എങ്ങനെയാണ് എന്തൊക്കെയാണെന്നൊക്കെ ഉള്ള ഒരു ഓവർ വ്യൂ മാത്രമേ തരാൻ ഉദ്ദേശിക്കുന്നു. അതായത് തിയറി പോർഷൻസ് ഒക്കെ നോട്ട്സ് ഉണ്ട്, അത് ജസ്റ്റ് നിങ്ങളത് വായിച്ചു പോവുക. ഡെറിവേഷൻ്റെ കോൺസെപ്റ്റ് പറഞ്ഞുതരാം. ഓക്കെ. ആൻഡ് മൊഡ്യൂൾ 4ൽ പ്രോബ്ലംസ് ഉണ്ട്, ഇക്വേഷൻസോ പ്രോബ്ലംസോ ഞാൻ ഈ നോട്ട്സിൽ തന്നിട്ടുള്ള ഇക്വേഷൻസോ പ്രോബ്ലംസോ ഒക്കെ ഉണ്ടെങ്കിൽ ആ ഇക്വേഷൻസും പ്രോബ്ലംസും എല്ലാം പഠിച്ചു വെച്ചേക്കാം. അതുപോലത്തെ ക്വസ്റ്റ്യൻസ് ആയിരിക്കും എക്സ്പെക്ട് ചെയ്യാവുന്നത്. ഓക്കെ. മൊഡ്യൂൾ 4ൽ നമുക്ക് പഠിക്കാനുള്ളത് നോയ്സ്. നമ്മൾ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിൻ്റെ ബേസിക് ബ്ലോക്ക് ഡയഗ്രാം പഠിച്ചപ്പോൾ നമ്മൾ ആദ്യം അതിൻ്റെ അകത്ത് എന്തൊക്കെയായിരുന്നു പഠിച്ചത്? ഇൻഫർമേഷൻ സോഴ്സ് ഉണ്ടായിരുന്നു, പിന്നെ ട്രാൻസ്ഡ്യൂസർ ഉണ്ടായിരുന്നു, പിന്നെ ട്രാൻസ്മിറ്റർ, ഇടയിലായിട്ടായിരുന്നു ചാനലിലായിരുന്നു നമുക്ക് നോയ്സ് ആഡ് ചെയ്യുന്നത്. നമ്മുടെ ഫസ്റ്റ് മൊഡ്യൂളിലെ ടോപ്പിക് അത് ചാനലിലായിരുന്നു നോയ്സ് ആഡ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ അതിൽ ആദ്യത്തെ തന്നെ തിയറി പോർഷൻസ് ആണ് കുറച്ച് പഠിക്കുന്നത്. എന്താണ് നോയ്സ്, എന്താണ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് നോയ്സ് ദാറ്റ് ക്യാൻ അറൈസ് ഇൻ എ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം. ഓക്കെ. അപ്പോൾ ആദ്യം ഞാൻ കുറച്ച് ടേംസ്, നിങ്ങൾക്ക് എന്താണ് ഈ ടേംസിൻ്റെ സിഗ്നിഫിക്കൻസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നോയ്സിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സ് പഠിച്ചാൽ മതി. പക്ഷേ നോയ്സുമായിട്ട് റിലേറ്റ് ചെയ്ത് നിങ്ങൾ കേൾക്കാൻ സാധ്യതയുള്ള കുറച്ച് ടേംസാണ് ഇൻറ്റർഫറൻസ്, ഡിസ്റ്റോർഷൻ ആൻഡ് അറ്റൻവേഷൻ. ഓക്കെ. നോയ്സ് എന്ന് പറഞ്ഞാൽ എന്താ? ആരെങ്കിലും റിപ്ലൈ ചെയ്യും, എന്താ നോയ്സ് എന്ന് പറഞ്ഞാൽ? കേൾക്കാമോ? അൺവാണ്ടഡ് സിഗ്നൽ അല്ലേ? എന്തോ? അൺവാണ്ടഡ് സിഗ്നൽ. ഓക്കെ. അൺവാണ്ടഡ് സിഗ്നൽസിനെയാണ് നമ്മൾ നോയ്സ് എന്ന് പറയുന്നത്. അൺവാണ്ടഡ് സിഗ്നൽസ് തന്നെയാണ്. അപ്പം നോയ്സ് എന്നുള്ള ടേം എന്ന് പറയുമ്പോൾ ഇപ്പം ഞാനിപ്പോൾ സംസാരിക്കുന്നു, നിങ്ങൾ കേൾക്കുന്നത് എൻ്റെ സംസാരം മാത്രമായിരിക്കില്ല, ഇൻ ബിറ്റ്വീൻ എന്തെങ്കിലുമൊക്കെ ചെറിയ നോയ്സും നിങ്ങൾക്ക് കേൾക്കുന്നുണ്ടാവും. അപ്പോൾ ആ അൺവാണ്ടഡ് സിഗ്നൽസിനെയാണ് നമ്മൾ നോയ്സ് എന്ന് പറയുന്നത്. പക്ഷെ എന്താണ് നോയ്സും അല്ലെങ്കിൽ ഇൻ്റർഫറൻസും തമ്മിലുള്ള ഡിഫറൻസ്, അല്ലെങ്കിൽ എന്താണ് നോയ്സും ഡിസ്റ്റോർഷനും തമ്മിലുള്ള ഡിഫറൻസ്, അല്ലെങ്കിൽ എന്താണ് അറ്റ്യൂവേഷൻ, ഇതെല്ലാം നിങ്ങൾ റിലേറ്റ് ചെയ്ത് കേൾക്കുന്ന ടേംസ് തന്നെയാണ്. ഇൻ്റർഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ രണ്ട് സിഗ്നൽസ് ഒരുമിച്ച് ട്രാവൽ ചെയ്യുവാണെങ്കിൽ അവർ തമ്മിൽ ഒരു സൂപ്പർ ഇമ്പോസ് ചെയ്യാനുള്ളൊരു ചാൻസ് ഉണ്ട്. അതിനെയാണ് നമ്മൾ ഇൻ്റർഫറൻസ് എന്ന് പറയുന്നത്. അവിടെ ഞാൻ ഈ പറഞ്ഞ രണ്ട് സിഗ്നൽസും ചിലപ്പോൾ വാണ്ടഡ് സിഗ്നൽസ് തന്നെ ആയിരിക്കും. അൺവാണ്ടഡ് സിഗ്നലാണ് ഒരെണ്ണമെങ്കിൽ അതിനെ നമ്മൾ നോയ്സ് എന്ന് പറയും. പക്ഷെ എനിക്ക് വേണ്ട രണ്ട് സിഗ്നൽസിനെ തന്നെ ഞാൻ സൂപ്പർ ഇമ്പോസ് ചെയ്യുകയാണെങ്കിൽ അതിനെ എനിക്ക് എന്തെന്ന് പറയാൻ പറ്റും? ഇൻ്റർഫറൻസ്. ഒരേ പാത്തിലൂടെ രണ്ട് സിഗ്നൽസ് ട്രാവൽ ചെയ്യുന്നു, ആ രണ്ട് സിഗ്നൽസും തമ്മിൽ സൂപ്പർ ഇമ്പോസ് ചെയ്യണമെങ്കിൽ അതിനെയാണ് നമ്മൾ ഇൻ്റർഫറൻസ് എന്ന് പറയുന്നത്. ആൻഡ് ഡിസ്റ്റോർഷൻ എന്നാൽ ബേസിക്കലി നമ്മളിപ്പോൾ കോമൺലി കേട്ടിട്ടുണ്ട്, ബൈനറി സിഗ്നൽസ് ആണ് ഞാൻ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. അതായത് ഞാനിപ്പോൾ ഇവിടെ ഈ ഒരു എക്സാമ്പിളാണെങ്കിൽ ഞാൻ ഇവിടെ 0 ആണ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്, ഇവിടെ 1 ആണ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്, ഇവിടെ 0 ആണ് ഞാൻ 0 എന്നുള്ള ലെവലിലോട്ട് ട്രാൻസ്മിറ്റ് ചെയ്യുന്നു, 1 ആണെങ്കിൽ ഞാൻ ആംപ്ലിറ്റ്യൂഡ് 1 എന്നുള്ള രീതിയിൽ ട്രാൻസ്മിറ്റ് ചെയ്യുന്നു. ദാറ്റ് മീൻസ് ഞാൻ ട്രാൻസ്മിറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന സിഗ്നൽ എന്ന് പറയുന്നത് 0, 1, 0 എന്നുള്ള ബൈനറി സിഗ്നൽ ആണെന്ന് വിചാരിക്കാം. പക്ഷേ ഇത് ഞാൻ ട്രാൻസ്മിറ്റ് ചെയ്യുമ്പോൾ ചാനലിനകത്ത് നോയ്സും എല്ലാത്തിൻ്റെ എഫക്റ്റ് കാരണം പിന്നെ കുറേ ഡിസ്റ്റൻസ് ഇത് ട്രാവൽ ചെയ്യുമല്ലോ. അപ്പോൾ ആ ഡിസ്റ്റൻസ് എല്ലാം ട്രാവൽ ചെയ്ത് കഴിഞ്ഞ് ഡെസ്റ്റിനേഷനിൽ കിട്ടുന്ന സിഗ്നലാണ് ഈ കാണിച്ചിരിക്കുന്നത്. പക്ഷേ ഈ കാണിച്ചിരിക്കുന്ന സിഗ്നൽ എനിക്ക് 0, 1, 0 എന്ന് തന്നെ ഡീകോഡ് ചെയ്യണം എന്നില്ല. ഒരാൾ അതിനെ ഡീകോഡ് ചെയ്യുന്ന 0 ഇവിടെയും കണ്ടിട്ട് വലിയൊരു ആംപ്ലിറ്റ്യൂഡ് ഇല്ല, ഓക്കെ അതും മേ ബി 0 ആയിരിക്കാം, ആൻഡ് ഇതും 0 ആണ്. അപ്പം ഞാൻ അയച്ചത് 0, 1, 0 കാരണം എനിക്ക് 1 എന്നുള്ളിടത്ത് ഒരു ഹൈ ആംപ്ലിറ്റ്യൂഡ് ഉണ്ടായിരുന്നു. ബട്ട് നൗ എന്താണ് സംഭവിച്ചേക്കുന്നത്? അറ്റ് ദ റിസീവർ എനിക്ക് കിട്ടിയേക്കുന്ന ഈ വേവ് ഫോം കണ്ടിട്ട് എനിക്ക് തോന്നുന്നു എനിക്ക് റിസീവ് ചെയ്തേക്കുന്നത് 0, 0, 0 ആണെന്ന്. അതായത് ഞാൻ റിസീവ് ചെയ്ത സിഗ്നൽ ട്രാൻസ്മിറ്റ് ചെയ്ത സിഗ്നലിൽ നിന്ന് വ്യത്യാസമായിട്ടാണ് ഞാനിവിടെ ഡീകോഡ് ചെയ്ത് എടുത്തേക്കുന്നത്. അപ്പോൾ ഇതിനെയാണ് നമ്മൾ ഡിസ്റ്റോർഷൻ എന്ന് പറയുന്നത്. ഡീകോഡ് ചെയ്യുന്ന ഡിഫറെൻ്റ് ആകുന്നതിനല്ല ഡിസ്റ്റോർഷൻ എന്ന് പറയുന്നത്, സിഗ്നലിൻ്റെ ഷേപ്പ് മാറുന്നതിനെയാണ് നമ്മൾ ഡിസ്റ്റോർഷൻ എന്ന് പറയുന്നത്. സോ ആദ്യം കാണിച്ചിരിക്കുന്ന സിഗ്നൽ കുറച്ച് ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്തപ്പോൾ അതിൻ്റെ ഷേപ്പ് മാറി, കുറച്ച് ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്തപ്പോൾ വീണ്ടും അത് ഡീഗ്രേഡ് ആയി, വീണ്ടും കുറച്ച് ഡിസ്റ്റൻസ് കൂടെ ട്രാവൽ ചെയ്തപ്പോൾ അതിൻ്റെ സിഗ്നലിൻ്റെ ഷേപ്പ് എൻറ്റയർലി മാറി. ദാറ്റ് മീൻസ് നമ്മൾ അയച്ച സിഗ്നൽ അതുപോലെ ഡീകോഡ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ ഇതെന്തായിട്ടുണ്ട്, മാറിയിട്ടുണ്ട്.
ഈ സിഗ്നൽ ഷേപ്പ് മാറുന്നതിന്, ചേഞ്ച് ഇൻ ദ ഷേപ്പ് ഓഫ് ദ ട്രാൻസ്മിറ്റഡ് സിഗ്നൽ, അതിനെയാണ് നമ്മൾ ഡിസ്റ്റോർഷൻ എന്ന് പറയുന്നത്. അപ്പം നിങ്ങൾ റിലേറ്റ് ചെയ്ത ഒരു ടേം കേട്ടിട്ടുണ്ടാവും, അറ്റുനുവേഷൻ. അറ്റുനുവേഷനും ഡിസ്റ്റോർഷനും ഒന്നല്ല. അറ്റുനുവേഷൻ എന്ന് പറയുന്ന സിഗ്നലിന്റെ ഷേപ്പ് മാറുന്നതിനാണെന്ന് ഞാൻ പറഞ്ഞു. ഇവിടെ വരുന്ന അറ്റുനുവേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒറിജിനൽ സിഗ്നലിന്റെ ഷേപ്പ് തന്നെ ആയിരിക്കും, പക്ഷെ അതിന്റെ സ്ട്രെങ്ത് കുറവായിരിക്കും. ഓക്കെ, ഇപ്പൊ ഇവിടെ തന്നിരിക്കുന്ന എക്സാമ്പിൾ കാണാം. 0.1 നിന്ന് 0.2 പോകുമ്പോൾ ഷേപ്പിൽ വ്യത്യാസമൊന്നും വന്നിട്ടില്ല, പക്ഷെ അതിന്റെ സ്ട്രെങ്ത് കുറഞ്ഞിട്ടുണ്ട്. ലോങ് ഡിസ്റ്റൻസ് ട്രാവലിന് ശേഷം അതിന്റെ സ്ട്രെങ്ത് കുറഞ്ഞിട്ടുണ്ട്. അങ്ങനെ സ്ട്രെങ്ത് കുറയുന്നതിനാണ് നമ്മൾ അറ്റുനുവേഷൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അറ്റുനുവേറ്റഡ് സിഗ്നൽ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഈ 4 ടേംസ് തമ്മിലുള്ള ഡിഫറൻസ് നിങ്ങളൊന്ന് അറിഞ്ഞിരിക്കുന്നത്. അത് എക്സാമിന് പഠിക്കണമെന്നോ അങ്ങനെയൊന്നും അല്ല, ജസ്റ്റ് എന്താണ് നോയിസ്, എന്താണ് ഈ ടേംസ് തമ്മിലുള്ള ഡിഫറൻസ്. ഇൻഡിഫറൻസ്, ഡിസ്റ്റോർഷൻ ആൻഡ് അറ്റുനുവേഷൻ. ഓക്കെ, ഇനി നിങ്ങൾക്ക് പഠിക്കാനുള്ള നോയിസ് നിങ്ങളുടെ സിലബസിൽ കയറുവാണ്. നോയിസ് ആൻഡ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് നോയിസ്. എന്താണ് നോയിസ് എന്നൊക്കെ ഉള്ളത് ഞാൻ ഓൾറെഡി പറഞ്ഞു. എങ്ങനെയാണ് ഒരു ബൈനറി സിസ്റ്റത്തിൽ നോയിസ് അഫക്റ്റ് ചെയ്യാനുള്ള സാധ്യത. ഞാൻ അയക്കുന്ന സിഗ്നൽ 1100 ആണെങ്കിലും നോയിസ് അഫക്റ്റഡ് ആണെങ്കിൽ അതിനെ ഡീകോഡ് ചെയ്യുമ്പോൾ എനിക്ക് മേ ബി വേറൊരു സിഗ്നൽ ആയിരിക്കും. ഇപ്പം എപ്പോഴും 1101 കിട്ടുമെന്നല്ല, മേ ബി 1100 എന്നുള്ള പാറ്റേൺ എനിക്ക് 1111 എന്നായിരിക്കും കിട്ടുന്നത്, ചിലപ്പോൾ 1011 എന്നായിരിക്കും കിട്ടുന്നത്. ഡിഫറൻസ് എത്ര ബിറ്റ്സ് വേണമെങ്കിലും മാറാം. അതിനുള്ള റീസൺ എന്ന് പറയുന്നത് എന്താണ്? നോയിസ് ആണ്. ഓക്കെ, ഇനി എന്താണ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് നോയിസ്? തിയറി എല്ലാം നിങ്ങൾ വായിച്ചു നോക്കുക. നോയിസിനെ കുറിച്ച് നോട്ട്സ് ഒക്കെയാണ് ഇവിടെ എഴുതി വെച്ചേക്കുന്നത്. ഡിഫറെൻറ്റ് എക്സാമ്പിൾസ് എന്ന് പറയുന്നത് നിങ്ങൾ റേഡിയോയിൽ കേട്ടിട്ടുണ്ടാവും നോയിസ്. പിന്നെ നിങ്ങൾ ടി വിയിൽ ഇതുപോലൊരു ഇത് കാണുമല്ലോ, ഇടയ്ക്ക് ചാനൽ റിസീവ് ആവാതെ ഇതുപോലെ കാണും. അതിന് നമ്മൾ എന്താ പറയുന്നത്? നോയിസ് എന്ന് തന്നെയാണ് പറയുന്നത്. ഇനി വീഡിയോയിലും പിക്ചേഴ്സിലും എല്ലാം നമുക്ക് ഈ മഴ വരുന്നതൊക്കെ ഉണ്ടല്ലോ, നോയിസ് ആയിട്ടാണ് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുന്നത്. മീൻസ് ആ പിക്ചറിന്റെ ക്വാളിറ്റിയെ ഡീഗ്രേഡ് ചെയ്യുന്ന രീതിയിലാണ്. മഴയാണ് ഈ കാണിക്കുന്നത്, പക്ഷെ അത് ഒരു നോയിസ് സിഗ്നൽ പോലെയാണ് ഈ പിക്ചറിന്റെ ക്വാളിറ്റിയിൽ വന്നേക്കുന്നത്. ഇതിപ്പോൾ പ്ലേ ചെയ്താൽ വർക്ക് ചെയ്യത്തില്ല, പണ്ട് എൻ്റെ PPT-യിൽ അത് വർക്ക് ചെയ്യുമായിരുന്നു. ഓക്കെ, സോ ഇത് നിങ്ങളുടെ റേഡിയോയിൽ നിങ്ങൾ കേൾക്കാറുണ്ടല്ലോ, ട്യൂൺ ചെയ്യുന്നതിന് ഇടയിൽ നോയിസ് കേൾക്കാറില്ലേ? ആ, അതിന്റെ എക്സാമ്പിളാണ് ഞാൻ ഇവിടെ പ്ലേ ചെയ്താൽ വർക്ക് ചെയ്യുമായിരുന്നു. ഇതിപ്പോൾ എൻ്റെ പഴയ ലാപ്പിൽ നിന്ന് പുതിയ ലാപ്പിലോട്ടായപ്പോൾ ഈ സാധനം വർക്ക് ചെയ്യാത്ത. അപ്പോൾ ഇത് ടി വിയിൽ കാണുന്നതും ഇത് നിങ്ങൾ വീഡിയോസിൽ കാണുന്ന മഴ, ഇതെല്ലാം എന്താണ്? നോയിസിന് എക്സാമ്പിൾസ് ആയിട്ട് നമുക്ക് പറയാം. ഇനി ബേസിക്കലി നമുക്ക് നോയിസിനെ രണ്ടായിട്ടാണ് ക്ലാസ് ചെയ്യാൻ പറ്റുന്നത്, ഇന്റേണൽ നോയിസ് ആൻഡ് എക്സ്റ്റേണൽ നോയിസ്. സോ ഇതിന്റെ ഡിഫറെൻറ്റ് ടൈപ്സിന്റെ നോട്ട്സ് ഞാൻ താഴോട്ട് കൊടുത്തിട്ടുണ്ടാവും, നിങ്ങൾ ഓരോന്നും വായിച്ചു നോക്കണം. എന്താണ് ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ നോയിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇഫ് ദ നോയിസ് ഈസ് ക്രിയേറ്റഡ് വിത്തിൻ ദ റിസീവർ. നമ്മുടെ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിന്റെ ബ്ലോക്ക് ഡയഗ്രം നിങ്ങൾ പഠിച്ചില്ലേ? ആ ഒരു കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിന്റെ അകത്താണ് നോയിസ് പ്രൊഡ്യൂസ് ആവുന്നതെങ്കിൽ അത് ഇന്റേണൽ നോയിസും, ഒരു കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിന്റെ പുറത്താണ് ആ നോയിസ് ഉണ്ടാവുന്നതെങ്കിൽ അതിനെ നമ്മൾ എക്സ്റ്റേണൽ നോയിസ് എന്നും പറയും. പേര് പോലെ തന്നെയാണ് അതിന്റെ ഡെഫിനിഷൻ പറഞ്ഞേക്കുന്നത്. ഓക്കെ, വേർ ദ സോഴ്സസ് ആർ എക്സ്റ്റേണൽ ടു ദ റിസീവർ. റിസീവർ എന്ന് തന്നെ പറയണമെന്നില്ല, കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിന് പുറത്താണെങ്കിൽ അത് എക്സ്റ്റേണൽ നോയിസ്, കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിനകത്താണെങ്കിൽ അത് ഇന്റേണൽ നോയിസ്. സോ ഇതിന്റെ ഡിഫറെൻറ്റ് ടൈപ്സ് ആണ്. നിങ്ങൾ ഇതിൽ ഞാൻ എക്സാമ്പിൾ ഒക്കെ എഴുതിയിട്ടുണ്ട്. എക്സ്റ്റേണൽ നോയിസിന് എക്സാമ്പിൾ എന്ന് പറയുന്നത് ഇൻഡസ്ട്രിയൽ നോയിസ്, അറ്റ്മോസ്ഫിയറിക് നോയിസ്, എക്സ്ട്രാ ടെറസ്ട്രിയൽ നോയിസ്. ഇൻഡസ്ട്രിയൽ നോയിസ് നിങ്ങൾക്കറിയാം, ഏതെങ്കിലും ഇൻഡസ്ട്രീസിലൊക്കെ കേൾക്കുന്ന പലതരത്തിലുള്ള നോയിസ്. ഇപ്പോൾ വർക്ക്ഷോപ്പൊക്കെ വീട്ടിനടുത്തൊക്കെ ഉണ്ടെങ്കിൽ അവിടെ നിന്ന് വരുന്നതൊക്കെ ഇൻഡസ്ട്രിയൽ നോയിസ് ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അതുപോലെ അറ്റ്മോസ്ഫിയറിക് നോയിസ് എന്ന് പറഞ്ഞ് ഉള്ളത് നിങ്ങൾക്ക് എക്സാമ്പിൾസ് ആയിട്ട് ലൈറ്റ്നിങ് ആണ് അറ്റ്മോസ്ഫിയറിക് നോയിസിന് ഒരു എക്സാമ്പിൾ. അതുപോലെ എക്സ്ട്രാ ടെറസ്ട്രിയൽ നോയിസിന് സോളാർ നോയിസ്, സണ്ണിൽ നിന്ന് വരുന്ന നോയിസും കോസ്മിക് നോയിസും സ്റ്റാർസിൽ നിന്ന് വരുന്ന നോയിസുമാണ് നമ്മൾ എക്സ്ട്രാ ടെറസ്ട്രിയൽ നോയിസ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ 3 തരത്തിലുള്ള എക്സ്റ്റേണൽ നോയിസ് ആണ് നിങ്ങൾ പഠിക്കാനുള്ളത്. അറ്റ്മോസ്ഫിയറിക് നോയിസ്, എക്സ്ട്രാ ടെറസ്ട്രിയൽ നോയിസ് ആൻഡ് ഇൻഡസ്ട്രിയൽ നോയിസ്. ഇൻഡസ്ട്രിയൽ നോയിസ് എന്ന് പറയുന്നത് നിങ്ങളുടെ ഇൻഡസ്ട്രീസിലോ അല്ലെങ്കിൽ വർക്ക്ഷോപ്സിലോ ഇങ്ങനെയൊക്കെ വരുന്ന ഉള്ള നോയിസിന് നമ്മൾ ഇൻഡസ്ട്രിയൽ നോയിസ് എന്ന് പറയും. അറ്റ്മോസ്ഫിയറിക് നോയിസിന് എക്സാമ്പിളായിട്ട് നിങ്ങൾക്ക് ലൈറ്റ്നിങ്, അതാണ് ഒരു എക്സാമ്പിൾ. എക്സ്ട്രാ ടെറസ്ട്രിയൽ എന്ന് പറഞ്ഞാൽ സണ്ണിൽ നിന്നും സ്റ്റാർസിൽ നിന്നും വരുന്ന നോയിസ്. ആക്ച്വലി ഈ നോയിസുകൾ വരുന്നുണ്ട്, നമുക്കറിയാൻ പറ്റുന്ന ലെവലിൽ ഈ സണ്ണിൽ നിന്നും സ്റ്റാർസിൽ നിന്നും വരെ നോയിസ് അറ്റ്മോസ്ഫിയറിലോട്ട് എത്തുന്നുണ്ട്. പക്ഷെ നമ്മളിതൊന്നും അങ്ങനെ പറയത് അല്ലെങ്കിൽ കൺസേൺ അല്ല ഈ കാര്യങ്ങളിലൊന്നും. ഇപ്പൊ സണ്ണിന്റെ കേസിൽ പറയുകയാണെങ്കിൽ സോളാർ നോയിസ്, സണ്ണിന്റെ സർഫസിൽ ഇതുപോലെ സൺ സ്പോട്സ് ഉണ്ട്. ഈ സൺ സ്പോട്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന നോയിസിനെ നമുക്ക് ഈ സോളാർ നോയിസ് ആയിട്ട് കൺസിഡർ ചെയ്യാം. അതുപോലെ ഈ സൂര്യന്റെ പുറത്ത് തന്നെ ഇതുപോലെ എന്താണ് ഫയർ ഇങ്ങനെ ടാങ്കിൾ ചെയ്ത് വരുന്ന സംഭവങ്ങളുണ്ട്.
ഇതെല്ലാം നമ്മൾ സണ്ണിൽ നിന്ന് വരുന്ന നോയിസ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ഇതൊന്നും നമുക്ക് നേക്കഡ് ഐസിൽ വിസിബിൾ ഒന്നും അല്ല, എന്നാൽ പോലും ഇങ്ങനെയുള്ള സംഭവങ്ങൾ നോയിസ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ അതാണ് എക്സ്ട്രാ ടെറസ്ട്രിയൽ നോയിസിന് എക്സാമ്പിൾ ആയിട്ട് പറയുന്നത്. ഇതിന്റെ തിയറി ഒക്കെ ഇവിടെ എഴുതിയിട്ടുണ്ട്. സൺസ്പോട്ടും കൊറോണൽ മാസ് എജക്ഷൻ അതാണിത്, ആൻഡ് സൺസ്പോട്ട് എന്ന് പറയുന്നതാണ് ഇത്. ഓക്കെ, ഇനി അതുപോലെ കോസ്മിക് നോയ്സ് എന്ന് പറയുന്നത് നമ്മളെ ബ്ലാക്ക് ബോഡി നോയ്സ്, നമ്മുടെ ഗാലക്സിയിലെ സ്റ്റാർസിൽ നിന്ന് വരുന്ന നോയ്സിനെയൊക്കെ നമുക്ക് എന്താ പറയുന്നത്, കോസ്മിക് നോയ്സ് എന്നാണ് പറയുന്നത്. ഇതൊക്കെയാണ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് എന്താ എക്സ്റ്റേണൽ നോയ്സ്, എക്സ്ട്രാ ടെറസ്ട്രിയൽ നോയ്സ്, അറ്റ്മോസ്ഫിയറിക് നോയ്സ് ആൻഡ് ഇൻഡസ്ട്രിയൽ നോയ്സ്. ഇൻഡസ്ട്രിയൽ നോയ്സിന് നോയ്സ് ഫ്രം ഇലക്ട്രിക് മോട്ടോഴ്സ്, ഇലക്ട്രിക് ജനറേറ്റേഴ്സ്, ഇതെല്ലാം എക്സാമ്പിൾസ് ആണ് ഇൻഡസ്ട്രിയൽ നോയ്സിന്. നിങ്ങൾക്ക് ഇത് മാത്രമല്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഇതിനെ കുറിച്ചുള്ളതൊക്കെ എഴുതി വെക്കാം, കുഴപ്പമില്ല, തിയറിയാണ്. ഓക്കെ, ഇനി രണ്ടാമത്തെ നോയ്സ് എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു ഇന്റേണൽ നോയ്സ് ആണ്. മീൻസ് നോയ്സ് വിച്ച് ഹാപ്പൻ വിത്തിൻ ദ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം. സോ അതിന് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് നോയ്സ് ഉണ്ട്. തെർമൽ നോയ്സ്, പാർട്ടീഷൻ നോയ്സ്, ഫ്ലിക്കർ നോയ്സ്, ഷോർട്ട് നോയ്സ്, ബസ് നോയ്സ്, ട്രാൻസിറ്റ് ടൈം നോയ്സ്. ഈ ട്രാൻസിറ്റ് ടൈം നോയ്സ് എന്ന് പറയുന്നത് ഹൈ ഫ്രീക്വൻസി നോയ്സ്. നിങ്ങളുടെ സിലബസ് നോക്കണം. ഇതെനിക്ക് ഒന്ന് പഴയ നോട്ട്സ് ആയതുകൊണ്ട് ഞാൻ എല്ലാ തരത്തിലുള്ള നോയ്സും കൊടുത്തിട്ടുണ്ട്. നിങ്ങളുടെ സിലബസിൽ ഏതൊക്കെ നോയ്സ് ആണോ എടുത്തു പറഞ്ഞേക്കുന്നത് അത് നിങ്ങൾ പഠിക്കണം. സിലബസ് നോക്കുവാണെങ്കിൽ ഓക്കെ, നിങ്ങളോട് പറഞ്ഞേക്കുന്നത് തെർമൽ നോയ്സ് പഠിക്കാൻ പറഞ്ഞിട്ടുണ്ട്, ഷോർട്ട് നോയ്സ്, എക്സ്ട്രാ ടെറസ്ട്രിയൽ നോയ്സ്, വൈറ്റ് നോയ്സ്. വൈറ്റ് നോയ്സ് തെർമൽ നോയ്സിന്റെ ഒരു പാർട്ട് തന്നെയാണ്. അപ്പൊ ഇതിനൊക്കെ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക. മറ്റേതും പഠിക്കേണ്ടെന്നല്ല ഞാൻ പറഞ്ഞത്, ഇതിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക. ഓക്കെ, കാരണം ക്ലാസിഫിക്കേഷൻ ഓഫ് നോയ്സിനകത്ത് വരുന്നതാണ് ഇതെല്ലാം. അത് കാരണം ആ ടോപ്പിക്സ് നമ്മൾ എടുക്കണം. അപ്പോൾ അതാണ് തെർമൽ നോയ്സ്, ഷോർട്ട് നോയ്സ്, എക്സ്ട്രാ ടെറസ്ട്രിയൽ നോയ്സ്, വൈറ്റ് നോയ്സ്. ഇതിൽ എക്സ്ട്രാ ടെറസ്ട്രിയൽ ഒഴിച്ച് ബാക്കിയെല്ലാം നമ്മൾ ഇന്റേണൽ നോയ്സ് ആണ് കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അതിന്റെയാണ് നോട്ട്സ് എഴുതിയിട്ടുള്ള. തെർമൽ നോയ്സ് പഠിക്കണം, ഷോർട്ട് നോയ്സും പഠിക്കണം ഈ ഒരു ഇതിൻ്റെ അകത്താണെങ്കിൽ. അപ്പോൾ ഇതിൽ ഞാനൊരു എക്സാമ്പിൾ പറയാം. പാർട്ടീഷൻ നോയ്സ് എന്ന് പറയുന്നത്, നിങ്ങൾ ഡയോഡും ട്രാൻസിസ്റ്ററും കണ്ടിട്ടുണ്ടോ? ഡയോഡും ട്രാൻസിസ്റ്ററും കണ്ടിട്ടുണ്ടോ? ഓക്കെ, ഡയോഡിന് എത്ര ടെർമിനൽ ഉണ്ട്, ട്രാൻസിസ്റ്ററിന് എത്ര ടെർമിനൽ ഉണ്ട്? അറിയോ? ഡയോഡ് എന്ന് പറയുന്ന ഒരു 2 ടെർമിനൽ ഡിവൈസ് ആണ്. ഒരു ആനോഡും ഉണ്ട്, ഒരു കാഥോഡും ഉണ്ട്. ഓക്കെ, 2 ടെർമിനൽ. പക്ഷെ ട്രാൻസിസ്റ്റർ എന്ന് പറയുന്നത് നമുക്ക് 3 ടെർമിനൽ ആണ്. ഒരു ബേസ് ഉണ്ട്, ഒരു കളക്ടർ ഉണ്ട്, ഒരു എമിറ്റർ ഉണ്ട്. അപ്പൊ 3 ടെർമിനൽ. പാർട്ടീഷൻ നോയ്സ് എപ്പോഴാണ് വരുന്നത്? ആ പേര് കണക്ക് തന്നെ, പാർട്ടീഷൻ ചെയ്യുമ്പോൾ. അതായത് ഇപ്പൊ ആനോഡിൽ നിന്ന് കറണ്ട് വന്നു കഴിഞ്ഞാൽ അത് നേരെ കാഥോഡിലോട്ട് പോകും. ഡയോഡ് എന്ന് പറയുന്ന ഒരു യൂണി ഡയറക്ഷണൽ ഡിവൈസ് ആണ്. ഇപ്പൊ ആനോഡിൽ നിന്ന് കറണ്ട് വരുന്നുണ്ടെങ്കിൽ അത് നേരെ കാഥോഡിലോട്ട് പോകും. പക്ഷെ ബേസിൽ നിന്ന് വരുന്ന കറണ്ട് എന്ന് പറയുന്നത് കളക്ടറിലോട്ടും പോകാം, എമിറ്ററിലോട്ടും പോകാം. അല്ലെങ്കിൽ എമിറ്ററിൽ നിന്ന് കയറുന്ന കറണ്ട് എന്ന് പറയുന്നത് ബേസിലോട്ടും പോകാം, കളക്ടറിലോട്ടും പോകാം. അപ്പോൾ ഒരു കറണ്ട് വന്നു കഴിഞ്ഞാൽ അത് പാർട്ടീഷൻ ചെയ്ത് പോകുന്നുണ്ടെങ്കിൽ, ഓരോ ടെർമിനലിലോട്ട് പാർട്ടീഷൻ ചെയ്ത് പോകുന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ പാർട്ടീഷൻ നോയ്സ് എന്ന് പറയുന്നത്. occurs when current has to divide between 2 or more terminals. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് പറയാമോ ഏതിലായിരിക്കും കൂടുതൽ നോയ്സ് ഉള്ളത്? ഡയോഡിലായിരിക്കുമോ അതോ ട്രാൻസിസ്റ്ററിലായിരിക്കുമോ? ട്രാൻസിസ്റ്ററിലായിരിക്കും കൂടുതൽ നോയ്സ് ഉണ്ടാവുക. കാരണം അതിൽ ഒരു ടെർമിനലിൽ നിന്ന് വരുന്ന 2 ടെർമിനലിലോട്ട് പാർട്ടീഷൻ ചെയ്ത് പോകുന്നുണ്ട്. അതുകൊണ്ട് പാർട്ടീഷൻ നോയ്സ് കൂടുതൽ ട്രാൻസിസ്റ്ററിലായിരിക്കും. സോ ഇതാണ് പാർട്ടീഷൻ നോയ്സ് എന്ന് പറയുന്നത്. അത് കഴിഞ്ഞ് ഫ്ലിക്കർ നോയ്സ്. ഫ്ലിക്കർ നോയ്സ് ഉണ്ടാകുന്നത് ഡ്യൂ ടു റാൻഡം ഫ്ലക്ച്വേഷൻ ഇൻ ദ കാരിയർ ഡെൻസിറ്റി വിച്ച് കോസസ് ഫ്ലക്ച്വേഷൻ ഇൻ ദ കണ്ടക്ടിവിറ്റി. നിങ്ങൾക്ക് ഇതിൻ്റെയൊക്കെ കോൺസെപ്റ്റ് അറിയുമോ അറിയില്ല. നമ്മൾ എന്താണ് ഇലക്ട്രോണിക്സ് നമ്മൾ ഫസ്റ്റ് ഇയർ എല്ലാം പഠിക്കുമ്പോൾ പി എൻ ജംഗ്ഷൻ ഡയോഡിന്റെ വർക്കിംഗ് പഠിച്ചിട്ടുണ്ടോ? സെമി കണ്ടക്ടേഴ്സ് പഠിച്ചിട്ടുണ്ടോ എപ്പോഴെങ്കിലും? നിങ്ങൾ +2-ലോ ഫസ്റ്റ് ഇയറിലോ പഠിച്ചിട്ടുണ്ടോ? ഓക്കെ, അപ്പൊ അതിൽ നിങ്ങൾക്ക് അറിയാം, ഇപ്പൊ സെമി കണ്ടക്ടർ അല്ലെങ്കിൽ പി എൻ ജംഗ്ഷൻ ഡയോഡിൽ നിങ്ങൾക്ക് അറിയാം കാരിയേഴ്സിന്റെ എണ്ണം കൂടിയാലാണ് നമുക്ക് എന്ത് കൂടുന്നത്? കണ്ടക്ടിവിറ്റി കൂടുന്നത്. അതായത് സെമി കണ്ടക്ടേഴ്സിന്റെ കേസിലാണെങ്കിൽ എത്രത്തോളം കാരിയേഴ്സ്, ഫ്രീ കാരിയേഴ്സ് ജനറേറ്റ് ആവുന്നു അതിനൊത്തായിരിക്കും അതിന്റെ കണ്ടക്ടിവിറ്റി കൂടുന്നത്.
അപ്പോൾ ഈ കണ്ടക്ടിവിറ്റി കൂടണമെങ്കിൽ ഫ്രീ ഇലക്ട്രോൺസ് ജനറേറ്റ് ആണ്. ഫ്രീ ഇലക്ട്രോൺസ് ജനറേറ്റ് ആവുക എന്ന് പറഞ്ഞാൽ അതൊരു റാൻഡം പ്രോസസ്സാണ്. അങ്ങനെ ജനറേറ്റ് ആവുമ്പോൾ കരിയറിന്റെ ഡെൻസിറ്റി കൂടുന്നു. ഈ കരിയർ ജനറേറ്റ് ആവുന്നതും ഡെൻസിറ്റി കൂടുന്നതും ഈ സമയത്ത് ഈ പറയുന്ന സ്ഥലത്ത് എന്താണ് ഒരു നോയ്സ് ജനറേറ്റ് ആവും. അതിനെയാണ് നമ്മൾ ഫ്ലിക്കർ നോയ്സ് എന്ന് പറയുന്നത്. മീൻസ് എപ്പോഴാണോ ഫ്രീ കരിയേഴ്സ് ജനറേറ്റ് ആവുന്നത് ആ ഫ്രീ കരിയേഴ്സിന്റെ ഡെൻസിറ്റി കൂടും. ഫ്രീ കരിയേഴ്സ് ജനറേറ്റ് ആകുമ്പോൾ അതിന്റെ കൂടെ ജനറേറ്റ് ആവുന്നതാണ് ആക്ച്വലി ഫ്ലിക്കർ നോയ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അതിന് നമ്മൾ 1/f നോയ്സ് എന്ന് പറയും. ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ഫ്രീക്വൻസി ആണ്. അപ്പോൾ അതാണ് ഫ്ലിക്കർ നോയ്സ്. കരിയർ കൂടുമ്പോൾ അല്ലെങ്കിൽ കരിയറിന്റെ എണ്ണം കൂടുമ്പോൾ കണ്ടക്ടിവിറ്റി കൂടും. കരിയറിന്റെ എണ്ണം കൂടുക എന്ന് പറഞ്ഞാൽ അതിന്റെ അകത്ത് എന്തോ ഒരു പ്രോസസ്സ് നടക്കുമ്പോഴാണ്. അതായത് ഇലക്ട്രോൺ ഹോൾ പെയർ ജനറേഷൻ. ഇതൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല, ഞാൻ പറയുവാണ്. സെമി കണ്ടക്ടേഴ്സ് എന്നുള്ള ടോപ്പിക്ക് നിങ്ങൾ കണ്ടിട്ടുണ്ട് അല്ലെങ്കിൽ കേട്ടിട്ടുണ്ടെങ്കിൽ അതിലറിയാം. ഇലക്ട്രോൺ ഹോൾ പെയർ ജനറേറ്റ് ചെയ്യുന്ന സമയത്തുണ്ടാവുന്ന നോയ്സ് ആണ് ഫ്ലിക്കർ നോയ്സ് എന്ന് പറയുന്നത്. ഓക്കെ, പാർട്ടീഷൻ നോയ്സ് എന്ന് പറയുന്നത് കറണ്ട് ഡിവൈഡ് ചെയ്ത് പോകുമ്പോൾ ഉണ്ടാകുന്ന നോയ്സ് ആണ്. അതേസമയം ഫ്ലിക്കർ നോയ്സ് എന്ന് പറയുന്നത് കരിയേഴ്സ് ജനറേറ്റ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന നോയ്സിനെയാണ് ഫ്ലിക്കർ നോയ്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് തെർമൽ നോയ്സ്. തെർമൽ നോയ്സ് ആണ് നിങ്ങൾക്ക് പഠിക്കാൻ സിലബസിൽ എടുത്തു പറഞ്ഞിട്ടുള്ള ഒരെണ്ണം. തെർമൽ നോയ്സ് ടേമിൽ തന്നെ ഉണ്ട്. തെർമൽ മീൻസ് ടെമ്പറേച്ചർ കൂടുമ്പോൾ ഉണ്ടാകുന്ന നോയ്സ് ആണ്. അപ്പൊ അതിനൊരു എക്സാമ്പിൾ ഇവിടെ കാണിച്ചു തരാം. അറ്റ് 0 കെൽവിൻ ഇപ്പൊ ഞാനൊരു സെമി കണ്ടക്ടർ എടുത്തു കഴിഞ്ഞാൽ അതിന്റെ അകത്തുള്ള ഇലക്ട്രോണിന്റെ കോൺസെൻട്രേഷൻ ആണ് ഈ കാണിച്ചേക്കുന്നത്. അപ്പൊ ഈ ഇലക്ട്രോണിന്റെ കോൺസെൻട്രേഷൻ ആക്ച്വലി ടെമ്പറേച്ചർ കൂടുമ്പോൾ ഇലക്ട്രോണിന്റെ കോൺസെൻട്രേഷൻ കൂടും. ഞാനിപ്പോൾ ആ പടം ഇവിടെ വെച്ചിട്ടില്ല. എന്റെ പടത്തിൽ നോക്കിയാൽ ഇലക്ട്രോൺസിന്റെ എണ്ണം 0 കെൽവിനിലും ടി കൂടുമ്പോഴും ഒരേ എണ്ണമാണ് കാണിച്ചേക്കുന്നത്. യഥാർത്ഥത്തിൽ ഇതിൽ കൂടുതൽ വരും, കുറച്ചും കൂടെ ഇലക്ട്രോൺസ് ഇവിടെ വരും. അത് മാത്രമല്ല അറ്റ് ടി ഈക്വൽ ടു 0 കെൽവിനിൽ ഈ ഇലക്ട്രോൺസിന് ഒരു മൂവ്മെന്റും ഉണ്ടാവില്ല. പക്ഷെ ടെമ്പറേച്ചർ കൂടുമ്പോൾ എന്ത് സംഭവിക്കും എന്ന് പറഞ്ഞാൽ ഈ ഇലക്ട്രോൺസ് എന്ത് ചെയ്യും? മൂവ് ചെയ്യും. ഓക്കെ, ഇതിന്റെ കൈനറ്റിക് എനർജി കൂടിയിട്ട്, അതായത് ടെമ്പറേച്ചറിൽ നിന്ന് കിട്ടിയ എനർജി വെച്ച് ഇതിന്റെ കൈനറ്റിക് എനർജി കൂടും. അപ്പൊ ഇങ്ങനെ നടക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന നോയ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? തെർമൽ നോയ്സ് എന്ന് പറയുന്നത്. ടെമ്പറേച്ചർ കൂടുമ്പോൾ റാപ്പിഡ് റാൻഡം മോഷൻ ഓഫ് മോളിക്യൂൾസ് അല്ലെങ്കിൽ ആറ്റംസ് അല്ലെങ്കിൽ ഇലക്ട്രോൺസ് ഉണ്ടാകുന്ന സമയത്ത് വരുന്ന നോയ്സിനെയാണ് നമ്മൾ തെർമൽ നോയ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ മൂവ്മെന്റ് ഉണ്ടാകുന്ന സമയത്ത്. അതെ, മൂവ്മെന്റ് ഉണ്ടാകാനുള്ള റീസൺ എന്താണ്? ടെമ്പറേച്ചർ കൂടുമ്പോൾ ടെമ്പറേച്ചറിൽ നിന്ന് കിട്ടിയ എനർജി വെച്ച് ഇലക്ട്രോൺസിന്റെ കൈനറ്റിക് എനർജി കൂടും. അപ്പോൾ കൈനറ്റിക് എനർജി കൂടുമ്പോൾ അത് മൂവ് ചെയ്യാൻ തുടങ്ങും. ആ മൂവ്മെന്റ് കാരണം ഉണ്ടാകുന്ന നോയ്സിനെയാണ് നമ്മൾ തെർമൽ നോയ്സ് എന്ന് പറയുന്നത്. തെർമൽ എന്ന് പറഞ്ഞാൽ തന്നെ ടെമ്പറേച്ചർ കൊണ്ടുണ്ടാകുന്ന നോയ്സ് ആണ്. ഓക്കെ, തെർമൽ നോയ്സ്. മറ്റേടത്ത് ടെമ്പറേച്ചർ അല്ല ഞാൻ പറഞ്ഞത്, റാൻഡം മൂവ്മെന്റ് കാരണം അല്ലെങ്കിൽ കരിയർ ജനറേറ്റ് ചെയ്യുന്ന സമയത്ത് ഉണ്ടാകുന്ന നോയ്സിനെയാണ് ഫ്ലിക്കർ നോയ്സ് എന്ന് പറയുന്നത്. ഇവിടെ ടെമ്പറേച്ചർ കൂടുമ്പോൾ കരിയർ മൂവ് ചെയ്യും, അത് കാരണം ഉണ്ടാകുന്ന നോയ്സിനെയാണ് നമ്മൾ തെർമൽ നോയ്സ് എന്ന് പറയുന്നത്. റെസിസ്റ്റേഴ്സിലൊക്കെ കൂടുതലായിട്ട് കാണുന്ന നോയ്സ് ആണ് തെർമൽ നോയ്സ്. ഓക്കെ, നെക്സ്റ്റ് തെർമൽ നോയ്സിന്റെ PSD. PSD എന്ന് പറഞ്ഞാൽ പവർ സ്പെക്ട്രൽ ഡെൻസിറ്റി. ഞാൻ ഏറ്റവും ആദ്യം ഒരു ടേമായിട്ട് അതിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു, പവർ സ്പെക്ട്രൽ ഡെൻസിറ്റി. പവർ സ്പെക്ട്രൽ ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ ഞാനൊരു ഗ്രാഫ് വരയ്ക്കുന്നതിനെയാണ്. മീൻസ് ഗ്രാഫിന്റെ എക്സ് ആക്സിസ് എന്ന് പറയുന്ന ഫ്രീക്വൻസി ആയിരിക്കും, വൈ ആക്സിസ് എന്ന് പറയുന്നത് അതിന്റെ പവറും ആണെങ്കിൽ നമ്മൾ അതിനെയാണ് പവർ സ്പെക്ട്രൽ ഡെൻസിറ്റി എന്ന് പറയുന്നത്. ഓരോ ഫ്രീക്വൻസി കമ്പോണന്റും എത്രയാണ് പവർ വരുന്നതെന്ന് അതിനെ പ്ലോട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് പവർ സ്പെക്ട്രൽ ഡെൻസിറ്റി കിട്ടുന്നത്. ഇവിടെ തെർമൽ നോയ്സിന്റെ പവർ സ്പെക്ട്രൽ ഡെൻസിറ്റി നോക്കുകയാണെങ്കിൽ രണ്ടറ്റത്ത് നമുക്കൊരു സ്ലോപ്പ് കാണാം. പക്ഷെ വൈറ്റ് നോയ്സ് നിങ്ങളുടെ സിലബസിൽ പറഞ്ഞിട്ടുണ്ട്, തെർമൽ നോയ്സിന്റെ ഒരു വേരിയന്റ് ആണ് വൈറ്റ് നോയ്സ്. യൂഷ്വലി നമ്മുടെ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിലെല്ലാം കാണുന്ന നോയ്സ് വൈറ്റ് നോയ്സ് ആണ്. അഡിറ്റീവ് വൈറ്റ് ഗോഷ്യൻ നോയ്സ് നമ്മൾ കേട്ടിട്ടുണ്ടോ? AWGN നോയ്സ്. AWGN നോയ്സ് എന്ന് പറയുന്നത് അഡിറ്റീവ് വൈറ്റ് ഗോഷ്യൻ നോയ്സ്. നമ്മുടെ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിലെല്ലാം കൂടുതൽ കാണുന്ന നോയ്സിന് നമ്മൾ ഈ വൈറ്റ് നോയ്സ് എന്ന് പറയുന്നത്. ഇത് വൈറ്റ് നോയ്സ് എന്ന് പറയാൻ കാരണം ഇപ്പൊ തെർമൽ നോയ്സിന്റെയും വൈറ്റ് നോയ്സിന്റെയും പവർ സ്പെക്ട്രൽ ഡെൻസിറ്റി നോക്കുകയാണെങ്കിൽ ഒരു ഡിഫറൻസ് നിങ്ങൾക്ക് കാണാം. പവർ സ്പെക്ട്രൽ ഡെൻസിറ്റി എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആയിട്ടൊരു വരയാണ് നിങ്ങൾക്ക് കാണുന്നത്. അതായത് ഏത് ഫ്രീക്വൻസി കമ്പോണന്റ് എടുത്താലും അതിന്റെ പവർ എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആണ് ഫോർ എ വൈറ്റ് നോയ്സ്. ഓക്കെ, അതാണ് ഡിഫറൻസ് തെർമലിനെ വൈറ്റിനെ വെച്ച് പോകുന്നത്. തെർമലിന്റെ ഒരു വേരിയന്റ് ആണ്. ഒരു ഫ്രീക്വൻസി റേഞ്ച് ഓഫ് ഇൻട്രസ്റ്റ് കഴിഞ്ഞ് നോക്കി കഴിഞ്ഞാൽ PSD നോക്കിയാൽ ഇതെന്താണ്, ഒരു സ്ലോപ്പ് ഉണ്ട് തെർമൽ നോയ്സിന്. പക്ഷെ വൈറ്റ് നോയ്സിന് അങ്ങനെയല്ല. എല്ലാ ഫ്രീക്വൻസി കമ്പോണൻസ്, ഏത് ഫ്രീക്വൻസി വാല്യൂലുള്ള കമ്പോണൻസ് എടുത്ത് നോക്കിയാലും അതിന്റെ പവർ സ്പെക്ട്രൽ ഡെൻസിറ്റിക്ക് ഒരു കോൺസ്റ്റന്റ് വാല്യൂ ആണ് N0/2. ഓക്കെ, നോയ്സ് പവർ ആണ് N0 അത് ഡിവൈഡഡ് ബൈ 2. ഇതാണ് ഡിഫറൻസ് ബിറ്റ്വീൻ ദ പവർ സ്പെക്ട്രൽ ഡെൻസിറ്റി ഓഫ് തെർമൽ നോയ്സ് ആൻഡ് വൈറ്റ് നോയ്സ്. ഇനി നിങ്ങൾക്ക് ഇത് പഠിക്കാനുള്ള ഒരു പ്രോബ്ലം വരുന്ന രണ്ട്
ഏരിയ ആണ് ഈ രണ്ട് ഇക്വേഷൻസ് അറിഞ്ഞിരിക്കണം. RMS വോൾട്ടേജ് ഓഫ് തെർമൽ നോയ്സും അതുപോലെ തന്നെ തെർമൽ നോയ്സ് പവർ N is equal to KTB, where K is the Boltzmann constant, T is the temperature, R is the resistance and B is the bandwidth. ഈ രണ്ട് ഇക്വേഷൻസ് സ്പെക്ട്രൽ ഡെൻസിറ്റി, ഇതിന്റെ 3 ഇക്വേഷൻസ് തന്നിട്ടുണ്ട്. ഈ ഇക്വേഷൻസ് പഠിക്കുക. ഇതിന്റെ ബോൾട്ട്സ്മാൻ കോൺസ്റ്റന്റ് വാല്യൂ നിങ്ങൾ പഠിച്ചു വെച്ചേക്കണം, പ്രോബ്ലത്തിൽ തന്നിട്ടുണ്ടാവില്ല. ഓക്കെ, ബോൾട്ട്സ്മാൻ കോൺസ്റ്റന്റ് ഒക്കെ നിങ്ങൾ വാല്യൂസ് എന്താണോ അത് പഠിച്ചു വെച്ചേക്കണം. പ്രോബ്ലത്തിൽ നിങ്ങളുടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടാവത്തില്ല, കാരണം അതൊക്കെ നിങ്ങൾ ഓൾറെഡി ബൈഹാർട്ട് ചെയ്യേണ്ട ഇക്വേഷൻസ് ആണ് അല്ലെങ്കിൽ വാല്യൂസ് ആണ്. അപ്പൊ ഇത് ബേസ് ചെയ്തിട്ട് ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആണ്. ഒരു 2-3 ക്വസ്റ്റ്യൻസ് ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. വിത്ത് ആൻസേഴ്സ് തന്നെയാണ് കൊടുത്തേക്കുന്നത്. ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ ഉള്ള പ്രോബ്ലംസും ആണ്. ഓക്കെ, അപ്പോൾ ടെമ്പറേച്ചർ ഇപ്പോൾ ഡിഗ്രി സെൽഷ്യസിലാണ് തന്നിട്ടുള്ളതെങ്കിൽ അതിനെ കെൽവിനാക്കി കൺവേർട്ട് ചെയ്യണം. അതാണ് ഒരു ഡിഫറൻസ് വന്നിട്ടുള്ളത്. നിങ്ങൾ എപ്പോഴും ഈ ഫോർമുലയിൽ ടെമ്പറേച്ചർ ഇൻ കെൽവിൻ ആണ് എടുക്കാനുള്ളത്, അത് നോക്കുക. ഇനി ബാൻഡ് ഇവിടത്തെ കേസിൽ ഓക്കെ, ഫ്രീക്വൻസി റേഞ്ച് ഫ്രം 18 to 20 MHz. ചിലപ്പോൾ നിങ്ങൾക്ക് ബാൻഡ് ഡയറക്റ്റ് തന്നിട്ടുണ്ടാവും, അല്ല ഫ്രീക്വൻസി റേഞ്ച് ആണ് തന്നിട്ടുള്ളതെങ്കിൽ നിങ്ങൾ ബാൻഡ് കണ്ടുപിടിക്കാൻ നേരത്തെ മൊഡ്യൂളിൽ പഠിച്ചിട്ടുണ്ട്. സോ രണ്ടിനെയും തമ്മിൽ മൈനസ് ചെയ്യുക. ആൻഡ് ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്. ഈ ഇക്വേഷൻ അറിഞ്ഞിരുന്നാൽ മതി, ആ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ആൻസർ എടുക്കുക. ഓക്കെ, രണ്ടാമത്തെ ക്വസ്റ്റ്യനും സെയിം തന്നെയാണ്. നോയ്സ് പവറും കൂടെ കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. കെയും ടിയും ബിയും. ടി തന്നേക്കുന്ന കെൽവിനിൽ തന്നെയായതുകൊണ്ട് വേറെ മാറ്റങ്ങളൊന്നും വരുത്തണ്ട. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയാൽ ഇവിടെ 2 റെസിസ്റ്റേഴ്സ് തന്നിട്ടുണ്ട്. ഇപ്പോൾ ക്വസ്റ്റ്യൻ തന്നേക്കുന്ന ഓരോ റെസിസ്റ്ററിന്റെ ഇൻഡിവിജ്വൽ തെർമൽ നോയ്സ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ഇക്വേഷനിൽ R1ഉം R2ഉം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. രണ്ടാമത്തെ കേസിലാണെങ്കിൽ 2 റെസിസ്റ്റേഴ്സ് ഇൻ സീരീസിലാണ് 2 റെസിസ്റ്റേഴ്സ് കണക്ട് ചെയ്തേക്കുന്നെങ്കിൽ എഫക്റ്റീവ് റെസിസ്റ്റൻസ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? R1 plus R2. ഓക്കെ, സോ അത് നോക്കിയാൽ R1 plus R2. സോ ആ കിട്ടിയ ആൻസർ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കണ്ടുപിടിക്കുക. സിമിലർലി പാരലൽ ആണെങ്കിലോ 1/R1 plus 1/R2. 1/R1 plus 1/R2. ആക്ച്വലി 1/RT is equal to 1/R1 plus 1/R2 ആണ്. ആ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, കണ്ടുപിടിക്കുക. ഓക്കെ, സോ ഇതിന്റെ ഡയറക്റ്റ് പ്രോബ്ലംസും അതിന്റെ ആൻസേഴ്സും ഞാൻ തന്നിട്ടുണ്ട്, നിങ്ങൾ അതൊന്ന് ചെയ്ത് നോക്കുക. സോ ഇതാണ് ഡിഫറെന്റ് ടൈപ്സ്. ഇതിൽ തന്നെ 2-3 ടൈപ്സും കൂടെ വരുന്നുണ്ട് അടുത്തതിൽ. നിങ്ങളത് ജസ്റ്റ് തിയറിയാണ്, വായിച്ച് നോക്കിയാൽ മതി. ബേസ്റ്റ് നോയ്സ് നമ്മൾ കാണുന്നത് BJTയിലാണ്. അതായത് ട്രാൻസിസ്റ്റേഴ്സിൽ വരുന്ന ഒരു നോയ്സ് ആണ് ഈ ബേസ്റ്റ് നോയ്സ്. ആ പേര് പോലെ തന്നെ ഇടയ്ക്കിടയ്ക്ക് പൊട്ടുന്ന ഒരു ശബ്ദം കേൾക്കും. അത് എന്തുകൊണ്ടാണെന്നുള്ളത് ഷുവർ ആയിട്ടുള്ളൊരു കാര്യമല്ല, പക്ഷെ ആ ചെറിയ പൊട്ടുന്ന ഒരു ശബ്ദം കേൾക്കുന്നതിനെയാണ് നമ്മൾ ബേസ്റ്റ് നോയ്സ് എന്ന് പറയുന്നത്. ട്രാൻസിസ്റ്റേഴ്സിലാണ് ഇത് കേൾക്കുന്നത്. അപ്പൊ അത് പോപ്കോൺ പൊട്ടുമ്പോൾ ഉള്ള ശബ്ദം പോലെ ആയതുകൊണ്ട് ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് പോപ്കോൺ നോയ്സ്. ഓക്കെ, എന്താണ് ഇതിന്റെ റീസൺ എന്നുള്ളത് അത്ര അണ്ടർസ്റ്റുഡ് അല്ല, പക്ഷേ നമ്മൾ BJT യൂസ് ചെയ്യുന്ന സമയത്ത് അങ്ങനെ നമുക്ക് എപ്പോഴും കേൾക്കാമെന്നുള്ളതല്ല, നല്ല ഉറക്കെ കേൾക്കുന്ന ശബ്ദമൊന്നുമല്ല. അതിനകത്ത് നമ്മൾ BJT ഓപ്പറേറ്റ് ചെയ്യുന്ന സമയത്ത് ചെറിയ പൊട്ടിത്തെറികൾ പോലെയുള്ള ശബ്ദങ്ങൾ കേൾക്കാന്ന് പറഞ്ഞാൽ നമ്മുടെ സാധാരണ കേൾക്കുന്ന ഇതൊന്നല്ല, വളരെ ലോ ലെവൽ നോയ്സ് ആണത്. അപ്പൊ അത് നമ്മൾ ബൈപോളാർ ട്രാൻസിസ്റ്റേഴ്സിലാണ് കാണുന്നത്. ആൻഡ് പോപ്കോൺ പൊട്ടുമ്പോൾ ഉള്ള ശബ്ദം പോലെ ആയതുകൊണ്ട് അതിനെ പോപ്കോൺ നോയ്സ് എന്നും പറയും. അപ്പൊ ജസ്റ്റ് ഇതിന്റെ തിയറിയൊക്കെ നിങ്ങൾ നോക്കിയാൽ ട്രാൻസിറ്റ് ടൈം നോയ്സ് എന്ന് പറയുന്ന ഒരു ഹൈ ഫ്രീക്വൻസി നോയ്സ് ആണ്. ഇപ്പൊ നിങ്ങൾക്ക് ട്രാൻസിസ്റ്റർ അറിയാമെങ്കിൽ ട്രാൻസിസ്റ്റർ എമിറ്ററിൽ നിന്നുള്ള ഇലക്ട്രോൺസിനെയാണ് കളക്ടറിലോട്ട് വിടുന്നത്. എമിറ്റർ ബേസ് കളക്ടർ. സോ എമിറ്ററിൽ നിന്ന് ഇൻജെക്ട് ചെയ്യുന്ന ഇലക്ട്രോൺസിനെയാണ് ബേസ് വഴി കളക്ടറിലോട്ട് എത്തുന്നത്. ഓക്കെ, അപ്പൊ ഇത് എത്തുന്ന സമയം, അതായത് ആ ഇലക്ട്രോൺ എത്തുന്ന സമയം എന്ന് പറയുന്നത് ടൈം ടേക്കൺ ബൈ ആൻ ഇലക്ട്രോൺ ടു ട്രാവൽ ഫ്രം ദ എമിറ്റർ ടു ദ കളക്ടർ ഓഫ് ദ ട്രാൻസിസ്റ്റർ ബിക്കം സിഗ്നിഫിക്കൻറ്റ് ടു ദ പീരിയഡ് ഓഫ് ദ സിഗ്നൽ ബീങ് ആംപ്ലിഫൈഡ്. അപ്പൊ നമ്മൾ ഏത് സിഗ്നലിനാണ് ആംപ്ലിഫൈ ചെയ്യുന്നത് അതിന്റെ ടൈം പീരിയഡ് വെച്ച് നോക്കുമ്പോൾ ഈ ടൈം പീരിയഡ് വളരെ കൂടുതലായിരിക്കും. ദാറ്റ് മീൻസ് നമ്മുടെ സിഗ്നൽ എന്ന് പറയുന്ന ഒരു ഹൈ ഫ്രീക്വൻസി ആയിരിക്കും. അപ്പൊ അതാണ് ഹൈ ഫ്രീക്വൻസി നോയ്സ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഈ കോൺസെപ്റ്റ്സ് മനസ്സിലാവണമെങ്കിൽ നിങ്ങൾ ഒന്നുകിൽ PN ജംഗ്ഷൻ ഫസ്റ്റ് ഇയർ പഠിച്ചതെടുത്ത് നോക്കണം. എമിറ്റർ എന്താ, ബേസ് എന്താ, കളക്ടർ എന്താന്നൊക്കെ. നിങ്ങൾക്ക് ഓൾറെഡി അറിയാമെന്നുള്ള ഒരു കോൺസെപ്റ്റിലാണ് ഞാൻ പറയുന്നത്. എമിറ്റർ എന്താ, ബേസ് എന്താ, കളക്ടർ എന്താ, PN ജംഗ്ഷൻ ഡയോഡിന്റെ വർക്കിംഗ് എവിടെയെങ്കിലും പഠിച്ചിട്ടുണ്ടോ എങ്കിൽ. ബേസിക് ഇലക്ട്രോണിക്സ് നിങ്ങൾക്ക് പഠിക്കാനില്ലായിരുന്നോ? ഉണ്ടായിരുന്നോ?
ട്രാൻസിസ്റ്റർ എമിറ്റർ ബേസ് കളക്ടർ എന്നൊക്കെ കേട്ടിട്ടുണ്ടോ? ഓക്കെ, അപ്പൊ അതിന്റെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ നോയ്സ് പറയുന്നത്, ട്രാൻസിറ്റ് ടൈം നോയ്സ്. ഇനി അടുത്ത ഷോർട്ട് നോയ്സ് ഒന്നുമില്ല, നമ്മുടെ ഗണ്ണിൽ നിന്ന് നമ്മളൊരു ഷോട്ട് വിട്ടാൽ കേൾക്കുന്ന ശബ്ദം പോലെ ഉള്ളതാണ് ഈ ഷോർട്ട് നോയ്സ് എന്ന് പറയുന്നത്. ആൻഡ് ഈ ഷോർട്ട് നോയ്സ് എപ്പോഴാണ് ഒക്കർ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ഈ പറഞ്ഞ പി എൻ ജംഗ്ഷനിൽ തന്നെയാണ് നമ്മുടെ ട്രാൻസിസ്റ്റേഴ്സിൽ. ഞാൻ ട്രാൻസിസ്റ്റർ എടുക്കുവാണ്, എൻ പി ട്രാൻസിസ്റ്റർ എടുക്കുകയാണെങ്കിൽ ഇത് ബാരിയറാണ്. പിയുടെ എന്നിന്റെ ബോർഡർ എന്ന് പറയുന്നത് ഈ ബാരിയറാണ്, ഇവിടെ ഞാൻ ഈ വരച്ചേക്കുന്നത്. അപ്പോൾ ദിസ് നോയ്സ് occurs because the carriers, holes and electrons in semiconductors do not cross the barrier simultaneously but in a random manner. ഒരുമിച്ചല്ല ഇവിടെ നിന്ന് ഹോൾസ് ഇങ്ങോട്ട് പോകുന്നതും ഇവിടെ നിന്ന് ഇലക്ട്രോൺസ് ഇങ്ങോട്ട് പോകുന്നതും. അത് റാൻഡം ഫാഷൻ, എപ്പോഴെങ്കിലും ആണ് പോകുന്നത്. ഇവിടെ നിന്ന് ഒരു ഹോൾ അങ്ങോട്ട് പോകുന്ന അതേ സമയം ഇങ്ങോട്ട് ഇലക്ട്രോൺ വരത്തില്ല. അപ്പോൾ ഹോൾ മേ ബി പോയിട്ട് കുറച്ച് സമയം കഴിഞ്ഞാലായിരിക്കും ഇവിടെ നിന്ന് ഇലക്ട്രോൺസ് വരുന്നത്. അപ്പോൾ ആ റാൻഡം മോഷൻ കാരണം ഉണ്ടാകുന്ന നോയ്സിനെയാണ് നമ്മൾ ഷോർട്ട് നോയ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ഗണ്ണിൽ നിന്ന് നമ്മളൊരു ബുള്ളറ്റ് വിട്ടാൽ കേൾക്കുന്ന ശബ്ദം പോലെ ആയതുകൊണ്ട് ഇതിനെ നമ്മൾ ഷോർട്ട് നോയ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ബാക്കി തിയറി നിങ്ങൾ ഇതുപോലെ നോക്കുക, എന്താണ് ഇതിന്റെ റീസൺ എന്നുള്ളത് അറിഞ്ഞിരിക്കുക. ഓക്കെ, ഇത്രയാണ്. ആൻഡ് ഇതിന്റെ നമ്മൾ പടം നോക്കിക്കഴിഞ്ഞാൽ ഷോർട്ട് നോയ്സ് എന്ന് പറഞ്ഞാൽ ഒരു പർട്ടിക്കുലർ ആംപ്ലിറ്റ്യൂഡ്, ഒരു വാല്യൂ പോലെ തോന്നും. പക്ഷെ അതിനെ നമ്മൾ മാഗ്നിഫൈ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ കാണാം ചെറിയ ചെറിയ വേരിയേഷൻസ് അതിന്റെ ആംപ്ലിറ്റ്യൂഡിലുണ്ട്. അല്ലാതെ നമ്മൾ IDC പ്ലോട്ട് ചെയ്യുവാണെങ്കിൽ, അതായത് ഈ ഷോർട്ട് നോയ്സ് കാരണം ഉണ്ടാകുന്ന കറണ്ട്, അതാണ് IDC എന്ന് കാണിച്ചേക്കുന്നത്. ഷോർട്ട് നോയ്സ് കാരണം ഉണ്ടാകുന്ന കറണ്ടിനെ പ്ലോട്ട് ചെയ്താൽ ഒരു ഡയറക്റ്റ് കറണ്ട് പോലെയാണ്, ഒരു കോൺസ്റ്റന്റ് വാല്യൂ പോലെയാണ് നിങ്ങൾക്ക് തോന്നുന്നത്. പക്ഷെ അതിൽ മൈന്യൂട്ട് വേരിയേഷൻസ് ഉണ്ട്, അതിനെ മാഗ്നിഫൈ ചെയ്ത് നോക്കുക. ഇനി ഷോർട്ട് നോയ്സിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ വരാനുള്ള ചാൻസ് എന്ന് പറയുന്നത്, ഈ ഇക്വേഷൻ പഠിച്ചു വയ്ക്കുക, റൂട്ട് മീൻ സ്ക്വയർ ഓഫ് ഷോർട്ട് നോയ്സ്. ഈ ഇക്വേഷനിലെ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ നമുക്ക് അറിയണം. അതുപോലെ ചാർജ് ഓഫ് ഇലക്ട്രോൺ ഒക്കെ നിങ്ങൾ പഠിച്ചു വെക്കുന്ന ഇക്വേഷൻസിൽ തന്നിട്ടുണ്ടാവത്തില്ല. ഓക്കെ, പ്രോബ്ലം ഇതുപോലെ ആയിരിക്കും തന്നിട്ടുണ്ടാവുക. അതിൻ്റെ അകത്ത് തന്നിരിക്കുന്ന വാല്യൂസ് ഈ പറഞ്ഞേക്കുന്ന IDCയും ബാൻഡ്വിഡ്ത്തും ഒക്കെ തന്നിട്ടുണ്ടാവും. Q എന്ന് പറയുന്ന ഇലക്ട്രോണിന്റെ ചാർജ് ആണ്, 1.6 × 10⁻⁹. ഇതൊന്നും ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടാവില്ല, നിങ്ങൾ ബൈ ഹാർട്ട് ചെയ്യണം. ബോൾട്ട്സ്മാൻ കോൺസ്റ്റന്റ്, ചാർജ് ഓഫ് ഇലക്ട്രോൺ, ഇതെല്ലാം ബൈ ഹാർട്ട് ചെയ്യണം. അത് ബേസ് ചെയ്ത ഒരു പ്രോബ്ലം തന്നിട്ടുണ്ട്. ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്, ക്വസ്റ്റ്യനിൽ എല്ലാ വാല്യൂസും തന്നിട്ടുണ്ട്. ഓക്കെ, ഈ പ്രോബ്ലം നിങ്ങൾ ചെയ്ത് നോക്കണം. നെക്സ്റ്റ് ടോപ്പിക്ക് തൊട്ടാണ് നിങ്ങൾക്ക് ഡെറിവേഷൻ വരുന്നത്. ഓക്കെ, സിഗ്നൽ ടു നോയ്സ് റേഷ്യോ എന്ന് കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ടോ? ഓക്കെ, ഇനി പവറും വോൾട്ടേജും കറണ്ടും തമ്മിലുള്ള റിലേഷൻ എന്താ? P = പവർ = വോൾട്ടേജ് ആൻഡ് കറണ്ടിന്റെ റിലേഷൻ എന്താ? V/I. ഓക്കെ, V/I. ഇനി വിയും ആറും റെസിസ്റ്റർ വെച്ചിട്ടാണെങ്കിൽ എങ്ങനെ പറയും പവർ? P = I²R. I². ഇനി വോൾട്ടേജ് റെസിസ്റ്റൻസ് വെച്ചാണെങ്കിലോ? V²/R. നമുക്ക് പവറിന് 3 റിലേഷൻസ് ഉണ്ട്. അപ്പോൾ സിഗ്നൽ ടു നോയ്സ് റേഷ്യോ എന്ന് പറഞ്ഞാൽ S/N. നമുക്ക് സിഗ്നൽ ടു നോയ്സ്, നമുക്കൊരു വാണ്ടഡ് സിഗ്നലും കാണും, അതിൻ്റെ അകത്തൊരു നോയ്സും കാണും അല്ലേ? അപ്പോൾ സിഗ്നലിന്റെ പവർ ഡിവൈഡഡ് ബൈ റേഷ്യോ ഓഫ് സിഗ്നൽ പവർ ടു നോയ്സ് പവർ, അതിനെയാണ് ഞാൻ SNR എന്ന് പറയുന്നത്. റേഷ്യോ ഓഫ് സിഗ്നൽ പവർ ടു നോയ്സ് പവർ. സിഗ്നൽ പവറിനെ ഞാൻ S/N എന്ന് റെപ്രസെന്റ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഞാൻ PS/PN, ഞാൻ എനിക്ക് ഇഷ്ടമുള്ള ഒരു നൊട്ടേഷൻ യൂസ് ചെയ്തേക്കുന്നേ ഉള്ളൂ. S/N എന്ന് എഴുതാം, അല്ലെങ്കിൽ PS/n എന്ന് എഴുതാം. എന്താണെങ്കിലും ഇവിടെ PS എന്ന് പറയുന്നത്, S എന്ന് പറയുന്നത് സിഗ്നൽ പവർ ഇൻ വാട്ട്സ്, ആൻഡ് N അല്ലെങ്കിൽ PN എന്ന് പറയുന്നത് നോയ്സ് പവർ ഇൻ വാട്ട്സ്. സിഗ്നൽ പവർ ഡിവൈഡഡ് ബൈ നോയ്സ് പവർ, അതിനെയാണ് ഞാൻ SNR എന്ന് പറയുന്നത്. യൂഷ്വലി നമ്മൾ SNR ഡെസിബലിലാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. സോ ഡെസിബലിലാക്കാൻ വേണ്ടി ഞാൻ പവർ ആണ് തന്നിട്ടുള്ളെങ്കിൽ 10 log PS/PN എടുക്കും, 10 log ഡെസിബലിലാക്കാൻ വേണ്ടി. പക്ഷെ ഞാൻ ഇവിടെ പവറിനെ വോൾട്ടേജിന്റെയും റെസിസ്റ്റൻസിന്റെയും ടേംസിൽ, അതായത് P = V²/R എന്നുള്ള കണ്ടീഷൻ എടുക്കുവാണെങ്കിൽ എനിക്ക് SNRന്റെ ഇക്വേഷൻ എന്തായിട്ട് വരും? VS²/VN². എന്തുകൊണ്ടാ? ഈ PS-നെ ഞാൻ എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും? VS²/R. ആൻഡ് PN-നെ ഞാൻ എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും? VN²/R. ആറും ക്യാൻസൽ ചെയ്ത് പോകും, തിരിച്ചെനിക്ക് വരുന്നത് VS²/VN².
അപ്പൊ ഇവിടെ നമുക്ക് സ്ക്വയർ ഇല്ലാത്ത ടേം ആയിരുന്നു, അതുകൊണ്ടാണ് ഞാൻ 10 ലോഗ് എടുത്തത്. ഇവിടെ നമുക്ക് സ്ക്വയർ വരുന്നതുകൊണ്ട് നമുക്ക് 20 ലോഗ് എടുക്കേണ്ടി വരും. ഈ കേസിലാണെങ്കിൽ നമുക്ക് 20 ലോഗ് ES ബൈ EN എന്നവിടെ സ്ക്വയർ വന്നേക്കുന്നത്. അപ്പൊ നമുക്ക് സാധാരണ ഈ പവർ ആയിരിക്കും തന്നിട്ടുണ്ടാകും. അപ്പൊ 10 ലോഗ് എടുത്തായിരിക്കും നിങ്ങൾക്ക് ആൻസർ വരുന്നത്. 10 ലോഗ് PS. എന്തിനാണ് ഡെസിബലിലാക്കി കൺവേർട്ട് ചെയ്യാൻ പറ്റും. അപ്പൊ ഇതാണ് സിഗ്നൽ ടു നോയിസ് റേഷ്യോ ഓഫ് സിഗ്നൽ പവർ ടു നോയിസ് പവർ. സോ അതിന് വരുന്ന ഡെറിവേഷൻ എന്ന് പറയുന്നത് സിഗ്നൽ ടു നോയിസ് റേഷ്യോ ഓഫ് ടാൻഡം കണക്ഷൻ. അപ്പോൾ ഞാൻ 3 ആംപ്ലിഫയേഴ്സ് ആണ് ഇവിടെ കാണിച്ചേക്കുന്നത്. ഒരു ആംപ്ലിഫയർ ഇത്, രണ്ടാമത്തെ ആംപ്ലിഫയർ ഇത്, മൂന്നാമത്തെ ആംപ്ലിഫയർ ഇത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ നിങ്ങളുടെ സൂപ്പർ ഹെറ്ററോഡൈൻ റിസീവർ ആണ് നിങ്ങൾ കൺസിഡർ ചെയ്യുന്നതെങ്കിൽ ഇത് കൺസിഡർ ചെയ്ത് നിങ്ങളുടെ RF ആംപ്ലിഫയർ ആയിട്ട് കൺസിഡർ ചെയ്യാം. ഇത് നിങ്ങളുടെ മിക്സർ സ്റ്റേജ് ആയിട്ട് കൺസിഡർ ചെയ്യാം. ആൻഡ് ഇതെന്ന് പറയുന്ന IF ആംപ്ലിഫയർ, ഇന്റർമീഡിയറ്റ് ഫ്രീക്വൻസി ആംപ്ലിഫയർ ആയിട്ട് കൺസിഡർ ചെയ്യാം. എങ്ങനെ വേണമെങ്കിലും കൺസിഡർ ചെയ്യാം. ജസ്റ്റ് 3 ആംപ്ലിഫയേഴ്സിനെ അല്ലെങ്കിൽ ഒരു 3 സ്റ്റേജസ് ആയിട്ട് ഞാൻ എടുത്തേക്കുവാണ്. അത് ആംപ്ലിഫയർ ആണോന്നൊന്നുമില്ല, ഞാൻ ജസ്റ്റ് ഗെയിൻ ഉള്ള ഒരു യൂണിറ്റ് ആയിട്ട് ഓരോന്നിനെ എടുത്തേക്കുവാണ്. അപ്പോൾ 3നെ ഇന്റർ കണക്ട് ചെയ്ത് വെച്ചേക്കുവാണ്. ആൻഡ് അതിൻ്റെ അകത്ത് ഓരോ പാരാമീറ്റേഴ്സ് കൊടുത്തിട്ടുണ്ട്, എന്താണെന്നുള്ളത് നോക്കാം. ആദ്യം കൊടുത്തേക്കുന്ന PS എന്ന് പറഞ്ഞാൽ ഞാൻ ഈ ഫസ്റ്റ് യൂണിറ്റിലേക്ക് കൊടുത്തേക്കുന്ന സിഗ്നലിന്റെ പവർ. എനിക്ക് 3 യൂണിറ്റ് ഉണ്ട്. അതിൻ്റെ ആദ്യത്തെ യൂണിറ്റിലോട്ട് ഞാനായിട്ട് ഇൻപുട്ട് ചെയ്ത് കൊടുത്തേക്കുന്ന പവർ എന്ന് പറയുന്നത് PS ആണ്. ഇനി L എന്ന് പറഞ്ഞ് കാണിച്ചിട്ടുണ്ട്. ഇവിടെ നിങ്ങൾക്ക് 2 വയർ കാണാം. നമ്മളൊരു പവർ കൊടുക്കുക എന്ന് പറഞ്ഞാൽ നമ്മളൊരു ട്രാൻസ്മിഷൻ ലൈനിലോട്ടോ അല്ലെങ്കിൽ ഒരു കണക്ഷൻ, ഒരു വയറിലൂടെയാണല്ലോ ആ പവർ പോകുന്നത്. അപ്പം അതിനകത്ത് വരാവുന്ന ലോസിനെയാണ് ഞാൻ L എന്ന് റെപ്രസെന്റ് ചെയ്തേക്കുന്നത്. പവർ ലോസ് ഇൻ എ ലൈൻ സെക്ഷൻ. ഇനി നെക്സ്റ്റ് നോക്കിയേ, ഈ യൂണിറ്റ് നിങ്ങൾക്ക് ഒരു ആംപ്ലിഫയർ ആയിട്ട് കൺസിഡർ ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞു. ആംപ്ലിഫയർ ആണെങ്കിൽ അതിൻ്റെ ഗെയിൻ ഉണ്ടാവും. അപ്പം അതാണ് G എന്ന് റെപ്രസെന്റ് ചെയ്തേക്കുന്ന ആംപ്ലിഫയർ ഗെയിൻ. അപ്പം ആദ്യം ഞാൻ കൊടുത്തേക്കുന്ന ഇൻപുട്ട് പവർ, അത് ട്രാൻസ്മിറ്റ് ചെയ്യുന്ന ലൈനിൽ ഒരു ലോസ് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ടെങ്കിൽ ആ ലോസ് ആണ് പവർ ലോസ്. ആൻഡ് G എന്ന് പറയുന്നതിൻ്റെ ആംപ്ലിഫയിങ് ഗെയിൻ. ഓക്കെ, ഇനി ഞാൻ ഈ ഡിസൈൻ ചെയ്തേക്കുന്നതിൽ ഒരു അസംഷൻ ഞാൻ എടുത്തേക്കാണ്, L × G = 1. അതായത് ഈ ഇവിടെ കൊടുത്ത പവറിൽ എന്തെങ്കിലും ലോസ് സംഭവിക്കുന്നുണ്ടെങ്കിൽ ആ പവറിനെ ഇതെന്ത് ചെയ്യും, ഗെയിൻ കൊടുത്ത് അത് ഒറിജിനൽ PS ആക്കി തന്നെ ഇവിടെ പുറത്തോട്ടെടുക്കും. ഞാൻ ഇൻപുട്ട് കൊടുത്തത് PS ആണ്, ഇൻപുട്ട് കൊടുത്തത് ഇവിടെ PS ആണ്. പക്ഷെ ആ PS ഒരു കുറവ് ഈ ലൈനിന്റെ അകത്ത് വരും. പക്ഷെ ആ കുറവിനെ നികത്തും ആര്, ഇതിനകത്തുള്ള ഗെയിൻ. അപ്പൊ തിരിച്ചിതിന്റെ പുറത്ത് എനിക്ക് കിട്ടുന്നതും വീണ്ടും എന്ത് തന്നെയാണ്, PS തന്നെയാണ് കിട്ടുന്നത്. അപ്പൊ അത് കാണാവോ, ഞാൻ ഇതിൽ എഴുതിയിട്ടുണ്ട്, PS തന്നെയാണ് കിട്ടുന്നത്. ഇനി നോക്കിയേ, വീണ്ടും ലോസ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പക്ഷെ ഞാൻ ആ ലോസും ഗെയിനും എങ്ങനെയാണ് അഡ്ജസ്റ്റ് ചെയ്തേക്കുന്നത്, അത് ഈക്വലൈസ് ചെയ്യുന്ന രീതിയിൽ ഇവിടെ ഉണ്ടാകുന്ന ലോസിന് ഈ ഗെയിൻ ഈക്വലൈസ് ചെയ്യും. അപ്പൊ എനിക്ക് ഈ സ്റ്റേജിന്റെ ഔട്ട്പുട്ടിലും PS തന്നെയാണ് എൻ്റെ സിഗ്നൽ പവർ. നെക്സ്റ്റ് എത്ര സ്റ്റേജ് ഉണ്ടെങ്കിലും, ഇനി അങ്ങോട്ട് എത്ര സ്റ്റേജ് ഉണ്ടെങ്കിലും എൻ്റെ സിഗ്നൽ പവർ അതുപോലെ തന്നെ ഞാൻ മെയിൻറ്റെയിൻ ചെയ്യുന്നു. എല്ലാ സ്റ്റേജിലും സിഗ്നൽ പവർ സെയിം തന്നെയാണ്. പക്ഷെ നോയിസ് പവർ നോക്കുവാണെങ്കിൽ ഫസ്റ്റ് സ്റ്റേജ് ഞാനായിട്ട് ഒരു ഇൻപുട്ട് നോയ്സും കൊടുക്കുന്നില്ല. പക്ഷെ ഈ സ്റ്റേജ് കഴിഞ്ഞപ്പോൾ എനിക്ക് PN1 എന്ന് പറഞ്ഞൊരു നോയ്സ് വന്നു. ഫസ്റ്റ് സ്റ്റേജ് കഴിഞ്ഞപ്പോൾ PN1 എന്ന് പറഞ്ഞൊരു നോയ്സ് വന്നു ഔട്ട്പുട്ടിൽ. പക്ഷെ ഈ നോയ്സിനെ ഈ ലോസോ ഈ ഗെയിനോ ഇതൊന്നും വെച്ച് നമ്മൾ മൾട്ടിപ്ലൈ ഒന്നും ചെയ്യുന്നില്ല. ഈ നോയ്സ് ഇതുപോലെ ഇൻക്രിമെന്റ് ചെയ്ത് വരുവാണ് വരുന്നത്. PN1 നെക്സ്റ്റ് സ്റ്റേജിലെത്തിയപ്പോൾ PN1 + PN2, ഈ സ്റ്റേജ് വന്നപ്പോൾ ഒരു എക്സ്ട്രാ നോയ്സും കൂടെ ആഡായി. ഇനി ലാസ്റ്റ് സ്റ്റേജ് വരുമ്പോൾ എത്ര സ്റ്റേജസ് ഉണ്ടോ അത്രയും സ്റ്റേജസിന്റെ നോയ്സ് ആഡായിട്ടാണ് ഇവിടെ വരുന്നത്. ഇതാണ് ഈ ഫിഗറിന്റെ എക്സ്പ്ലനേഷൻ. സിഗ്നൽ പവർ അതുപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി ഞാൻ ലോസിനൊത്ത് ഗെയിൻ കൊടുത്തു. പക്ഷെ നോയ്സ് പവർ അങ്ങനെയല്ല, ഓരോ സ്റ്റേജിന് ശേഷവും നോയ്സ് ആഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ എത്ര സ്റ്റേജസ് ഞാൻ കണക്ട് ചെയ്തിട്ടുണ്ടോ അത്രയും തവണ നോയ്സ് പവർ ആഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, M എന്ന് പറയുന്ന നമ്പർ ഓഫ് ലിങ്ക്സ്. മീൻസ് ഇവിടെ ഇപ്പൊ ഞാൻ കാണിച്ചേക്കുന്ന ഫിഗറിൽ 3 ലിങ്കേ ഉള്ളൂ. പക്ഷെ ഇവിടെ ഡോട്ടഡ് ലൈൻ ആണ്, എത്ര വേണമെങ്കിലും ലിങ്ക്സ് ആവാം. ഇത് ഫസ്റ്റ് ലിങ്ക്, ഇത് സെക്കൻഡ് ലിങ്ക്, എക്സെട്രാ അപ് ടു mth ലിങ്ക്. സോ നമ്പർ ഓഫ് ലിങ്ക്സ് ആണ് M. PN1 എന്ന് പറഞ്ഞാൽ എന്താ, ഇവിടെ കാണിച്ചേക്കുന്ന ഈ PN1 ഫസ്റ്റ് ലിങ്കിൽ നിന്ന് വരുന്ന നോയ്സ് ഡ്യൂ ടു ഫസ്റ്റ് റിപ്പീറ്റർ ആൻഡ് ലിങ്ക് ബിഫോർ. PNM എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് ലിങ്കിൽ നിന്ന് വരുന്ന നോയ്സിനെയാണ് ഞാൻ PNM എന്ന് റെപ്രസെന്റ് ചെയ്തേക്കുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ നോക്കിയ ടോട്ടൽ നോയ്സ് പവർ എന്ന് പറയുന്നത് അഡിഷൻ എടുക്കണം. ഫസ്റ്റ് ലിങ്കിന്റെ പ്ലസ് സെക്കൻഡ് ലിങ്കിന്റെ എക്സെട്രാ അപ് ടു mth ലിങ്ക്.
ഈ എല്ലാ ലിങ്കും ഐഡന്റിക്കൽ ആണെങ്കിൽ എനിക്ക് പറയാം Pn1 ഈസ് ഈക്വൽ ടു Pn2, Pn2 ഈസ് ഈക്വൽ ടു Pnm. അങ്ങനെയാണെങ്കിൽ എനിക്ക് എന്ത് എഴുതാം? ടോട്ടൽ പവർ എന്ന് പറയുന്നത് m ഇൻറ്റു Pn. m എന്ന് പറയുന്ന ടോട്ടൽ നമ്പർ ഓഫ് ലിങ്ക്സ്. എപ്പോ ലിങ്ക്സ് ഐഡന്റിക്കൽ ആണെങ്കിൽ മാത്രം എനിക്ക് ഈ എക്സ്പ്രഷൻ എഴുതാം. ഓക്കെ, സോ സിഗ്നൽ ടു നോയിസ് പവർ എടുക്കുവാണെങ്കിൽ സിഗ്നൽ പവർ എനിക്കറിയാം PS തന്നെയാണ്. ഞാൻ ഔട്ട്പുട്ടിലാണ് നോക്കുന്നത്. ഇതിന്റെ ഔട്ട്പുട്ടിൽ നോക്കിയാൽ സിഗ്നൽ പവർ PS തന്നെയാണ്. പക്ഷേ സിഗ്നൽ നോയിസ് പവർ എന്ന് പറയുന്നത് Pn1 പ്ലസ് Pn2 പ്ലസ് എക്സെട്രാ അപ് ടു Pnm. ഇതെല്ലാ ലിങ്കും ഐഡന്റിക്കൽ ആണെങ്കിൽ എനിക്ക് m ഇൻറ്റു Pn ആണ് നോയിസ് പവർ എന്ന് എഴുതാം. സോ S/n എടുക്കുമ്പോൾ എന്ത് എഴുതും? PS ഡിവൈഡഡ് ബൈ MPn. PS ഡിവൈഡഡ് ബൈ MPn. ഇതിന് എനിക്ക് ഈ രീതിയിൽ മാറ്റി എഴുതാൻ പറ്റും. S/n ഓഫ് ഫസ്റ്റ് ലിങ്ക്, ആദ്യത്തെ ലിങ്കിന്റെ SNR മൈനസ് m ഇൻറ്റു DB. DBയിലായിരിക്കണമെന്നേ ഉള്ളൂ, അതായത് ഞാൻ കാണിച്ചു തരാം. S/n DB എനിക്ക് ഇക്വേഷൻ എന്ന് പറയുന്നത് PS ബൈ MPn ആണ് കിട്ടിയത്. അതിൽ ലോഗ് എ ബൈ ബിനെ ലോഗ് എ മൈനസ് ലോഗ് ബി എന്ന് എഴുതി. ഇനി ലോഗ് എ ബിനെ ഞാൻ എ പ്ലസ് ബി എന്ന് എഴുതി. എന്നിട്ട് ഈ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു. ഇതിനെ രണ്ടിനെയും കോമൺ ടേംസ് ആക്കി എടുത്തു ആൻഡ് 10 ലോഗ് ആയി. അപ്പോൾ ഇതിന് ലോഗ് എ മൈനസ് ലോഗ് ബിനെ ഞാൻ ലോഗ് എ ബൈ ബി മൈനസ് 10 ലോഗ് എം. ഇവിടെ 10 ലോഗ് എം എന്ന് വന്നത് കൊണ്ടാണ് ഞാനിത് എം ഇൻ ഡി ബി എന്നാക്കിയത്. സ്റ്റുഡൻസ് എപ്പോഴും തെറ്റിക്കുന്ന ഒരു ഇതാണ്, പ്രോബ്ലം ചോദിക്കുമ്പോൾ ഈ ഇക്വേഷൻ എഴുതും, പക്ഷേ ഈ എമ്മിന്റെ വാല്യൂ ഡി ബിയിൽ എടുക്കത്തില്ല. എമ്മിന്റെ വാല്യൂ ഡയറക്റ്റ് ഇപ്പൊ എത്ര ലിങ്ക് 3 ലിങ്ക് തന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡയറക്റ്റ് -3 അങ്ങ് ചെയ്യും. -3 ഡയറക്റ്റ് ചെയ്യുമല്ല ചെയ്യാനുള്ള, അതിനെ ഡി ബിയിലോട്ട് കൺവേർട്ട് ചെയ്തിട്ട് വേണം എടുക്കാൻ. അതിന്റെ ഒരു പ്രോബ്ലം ഇവിടെ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ നോക്കാം. കാൽക്കുലേറ്റ് ദ ഔട്ട്പുട്ട് സിഗ്നൽ ടു നോയിസ് റേഷ്യോ ഇൻ ഡെസിബിൾസ് ഫോർ 3 ഐഡന്റിക്കൽ ലിങ്ക്സ്. 3 എന്ന് പറഞ്ഞാൽ m ഈക്വൽ ടു 3. ഗിവൺ സിഗ്നൽ ടു നോയിസ് റേഷ്യോ ഫോർ 1 ലിങ്ക്. ഇപ്പം ഞാൻ ഇവിടെ പറഞ്ഞു നമുക്ക് എത്ര ലിങ്ക്സ് ഉണ്ടെങ്കിലും, ഇപ്പം ഞാൻ ഒരുപാട് m ലിങ്ക്സ് ഉള്ളൊരു യൂണിറ്റ് എടുക്കുവാണ്. പക്ഷെ എനിക്ക് വേണ്ട ഈ mth ലിങ്കിന്റെ ഔട്ട്പുട്ട് SNR ആണ് വേണ്ടതെങ്കിൽ എനിക്ക് ഫസ്റ്റ് ലിങ്കിന്റെ SNRും അറിയണം ആൻഡ് എത്രയാണ് എമ്മിന്റെ വാല്യൂ എന്നറിഞ്ഞാൽ എനിക്ക് ഡയറക്റ്റ് ഈ ഒരു എൻ്റയർ ലിങ്കിന്റെ ഔട്ട്പുട്ടിൽ വരുന്ന SNR കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അതാണ് ഇവിടെ ചെയ്തേക്കുന്നത്. ഔട്ട്പുട്ടിൽ വന്നേക്കുന്ന SNR എന്ന് പറയുന്നത് ഫസ്റ്റ് ലിങ്കിന്റെ 60 dB, എല്ലാം DBയിലാണ് എടുത്തേക്കുന്നത്. 60 മൈനസ് M3 ആണ് തന്നേക്കുന്നത്, പക്ഷെ എനിക്കത് DBയിലോട്ട് കൺവേർട്ട് ചെയ്യണം. അതുകൊണ്ട് ഞാൻ -10 log 3. ഇതാണ് ഔട്ട്പുട്ട് SNR. അപ്പോൾ ഇവിടെ വരാവുന്ന തെറ്റ് ഇതാണ്, ഈ DBയിലോട്ട് കൺവേർട്ട് ചെയ്യാൻ മറന്നു പോകും. അത് ചെയ്യരുത്, DBയിലോട്ട് കൺവേർട്ട് ചെയ്ത് തന്നെ ആൻസർ എടുക്കുക. ഓക്കെ, സോ ഒരു ടാൻഡം കണക്ഷൻ, m ലിങ്ക്സ് ഉള്ള ഒരു കണക്ഷൻ വരുവാണെങ്കിൽ ഇത് mth ലിങ്കിന്റെ ഔട്ട്പുട്ട് SNR കണ്ടുപിടിക്കണമെങ്കിൽ എനിക്ക് ഫസ്റ്റ് ലിങ്കിന്റെ SNRും ആൻഡ് എത്രയാണ് എമ്മിന്റെ വാല്യൂ എന്ന് അറിഞ്ഞാൽ മതി. അതാണ് ഈ ഡെറിവേഷൻ കാണിച്ചിരിക്കുന്നത്. ഇനി പറഞ്ഞിട്ടുണ്ട്, ഇഫ് ദ S/n ratio of any one link is much worse than the others, then that link will determine the overall S/n ratio. അതായത് നമ്മളിപ്പോൾ m ലിങ്ക് ഉള്ള ഒരു സിസ്റ്റം കണ്ടു, അതെല്ലാം യുണീക്ക് ആയിട്ടുള്ള സിസ്റ്റംസ് ആണെങ്കിൽ നമുക്ക് ഈ നേരത്തെ പറഞ്ഞ ഇക്വേഷൻസ് മതിയാവും. പക്ഷേ ഒരു ലിങ്കിന്റെ എങ്കിലും S/n വേഴ്സ് ആണ് എങ്കിൽ അതിന്റെ വാല്യൂവിനെ ആയിരിക്കും എൻ്റെ ഔട്ട്പുട്ട് വാല്യൂ ഡിഫൈൻ ചെയ്തേക്കുന്നത്. ഇവിടെ നോക്കി, ഞാൻ S/n അല്ല എടുത്തേക്കുന്നത്, n/s, നോയിസ് പവർ ടു സിഗ്നൽ പവർ ആണ് എടുത്തേക്കുന്നത്. കാരണം ഏതിൻ്റെ ആണോ വേഴ്സ് അതിൻ്റെ മാത്രമേ നമ്മൾ വാല്യൂ എടുക്കുകയുള്ളൂ, ബാക്കിയുള്ളതെല്ലാം നെഗ്ലിജിബിൾ ആയിരിക്കും. ആഡ് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല, പക്ഷെ നെഗ്ലിജിബിൾ വാല്യൂസ് ആയിരിക്കും. ഇത് നിങ്ങൾക്ക് അറിയണമെന്നൊന്നുമില്ല, ജസ്റ്റ് തിയറിയുടെ ഭാഗമായിട്ട് പറഞ്ഞതേ ഉള്ളൂ. നിങ്ങൾ ഈ കണ്ടീഷൻ അറിഞ്ഞിരുന്നാൽ മതി. ഓക്കെ, സോ ഇത് ബേസ് ചെയ്തിട്ട് 2-3 പ്രോബ്ലംസ് തന്നിട്ടുണ്ട്. ഇവിടെ എല്ലാം നിങ്ങൾ നോക്കാനുള്ളത് ഈ വാല്യൂ കണ്ടുപിടിക്കുന്നത്, DBയിൽ തന്നിട്ടുള്ള വാല്യൂസിനെ അതുപോലെ ആന്റിലോഗ് എടുത്തിട്ടുള്ള വാല്യൂസ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസ് ഏതാണെന്നുള്ളത് നോക്കി ചെയ്തെടുക്കണം. ഓക്കെ, ഇവിടെ ആരെങ്കിലും കയറിയോ?
ഇനി നമുക്ക് പഠിക്കാനുള്ള 2-3 ടേംസ് ആണ് നോയിസ് ഫാക്ടർ ആൻഡ് നോയിസ് ടെമ്പറേച്ചർ. നാരോ ബാൻഡ് നോയിസ് തിയറിയാണ്, നിങ്ങൾ അതിൻ്റെ നോട്ട്സ് വായിച്ചാൽ മതി. നോയിസ് ഫാക്ടർ നോയിസ് ടെമ്പറേച്ചറും ഡെറിവേഷനും ഉണ്ട്, പ്രോബ്ലംസും വരുന്ന ടോപ്പിക്കാണ്. സോ എന്താണ് നോയിസ് ഫിഗർ? നോയിസ് ഫിഗർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എത്രത്തോളം നോയിസ് ആണ് ഒരു സിഗ്നലിൽ വരുന്നത് എന്ന് ക്വാണ്ടിഫൈ ചെയ്യുന്ന ഒരു വേരിയബിൾ ആണ് നമ്മൾ നോയിസ് ഫിഗർ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾക്കറിയാം നോയിസ് ഫിഗർ എന്ന് പറയുന്നത്, നമുക്കിവിടെ ഞാനിപ്പോൾ ഒരു സിസ്റ്റം എടുത്തേക്കാണ്, ഐഡിയൽ നോയിസ്ലെസ് ആംപ്ലിഫയർ എന്ന് എടുത്തേക്കുന്നത്. മീൻസ് ഈ ആംപ്ലിഫയറിനകത്ത് പ്രത്യേകിച്ച് നോയിസ് ഒന്നും ജനറേറ്റ് ആവുന്നില്ല. അതിൻ്റെ ഗെയിൻ എന്ന് പറയുന്നത് ജി ആണ്. ഓക്കെ, ഞാനൊരു ആംപ്ലിഫയർ എടുത്തേക്കുന്നു, അതിൻ്റെ ഗെയിൻ ജി ആണ്. ആൻഡ് ഇറ്റ് ഈസ് കൺസിഡേർഡ് ആസ് എ ഐഡിയൽ നോയിസ്ലെസ് ആംപ്ലിഫയർ. മീൻസ് ഈ ആംപ്ലിഫയറിനകത്ത് പ്രത്യേകിച്ച് നോയിസ് ഒന്നും വരുന്നില്ല, പുറമേ ഉള്ള നോയിസ് എല്ലാം ഇതിലോട്ട് അഫക്റ്റ് ആവുന്നുണ്ട്. ഇതിൻ്റെ അകത്ത് കൊടുക്കുന്ന ഇൻപുട്ട് പവർ എന്ന് പറയുന്നത് PSI. ഇൻപുട്ട് പവർ എന്ന് പറഞ്ഞാൽ സിഗ്നലും ഉണ്ട് നോയിസും ഉണ്ട്. ഇതിൻ്റെ അകത്തോട്ട്, ഈ ആംപ്ലിഫയറിൻ്റെ അകത്തോട്ട് കൊടുക്കുന്ന സിഗ്നൽ പവറിനെ ഞാൻ PSI എന്നാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ആൻഡ് ഇതിൻ്റെ വെളിയിലോട്ട് വരുന്ന ഔട്ട്പുട്ട് സിഗ്നൽ പവറിനെ ഞാൻ PSO എന്ന് റെപ്രസെൻറ്റ് ചെയ്യും. ഓക്കെ, ഒരു ആംപ്ലിഫയർ എടുക്കുന്നു, അതിലോട്ട് കൊടുക്കുന്ന ഇൻപുട്ട് സിഗ്നലിൻ്റെ പവർ PSI, അതിൻ്റെ ഔട്ട്പുട്ട് കിട്ടുന്ന പവർ PSO. ഇനി ഞാൻ കൊടുക്കുന്നതല്ലെങ്കിൽ പോലും ഞാൻ ഈ ആംപ്ലിഫയറിലോട്ട് ഒരു നോയിസ് പവർ കൺസിഡർ ചെയ്യുവാണ്. സോഴ്സിൽ നിന്ന് വരുന്ന ഒരു നോയിസ് പവർ, സോഴ്സിൽ നിന്ന് സംതിങ് നമ്മളൊരു സിഗ്നൽ, ഇപ്പോൾ ഒരു ഫംഗ്ഷൻ ജനറേറ്റർ വെച്ചിട്ട് ഒരു സിഗ്നലാണ് ഞാൻ ഇങ്ങോട്ട് കൊടുക്കുന്നതെങ്കിൽ അത് ഈ സോഴ്സിൽ നിന്ന് എന്ത് ജനറേറ്റ് ആവുന്നുണ്ടാവും? ഒരു നോയിസ് ജനറേറ്റ് ആവുന്നുണ്ടാവും. അപ്പം ആ നോയിസിന് ഞാൻ PNI, ഇൻപുട്ട് നോയിസിന് ഞാൻ KT0BN, K എന്ന് പറയുന്ന ബോൾട്സ്മാൻ കോൺസ്റ്റന്റ്, T0 എന്ന് പറയുന്ന അബ്സല്യൂട്ട് ടെമ്പറേച്ചർ, ആൻഡ് BN എന്ന് പറയുന്ന അതിൻ്റെ ബാൻഡ് വിഡ്ത്ത്, നോയിസിൻ്റെ ബാൻഡ് വിഡ്ത്ത്. അപ്പോൾ KT0BN എത്രയാണോ ആ വാല്യൂ വന്നേക്കുന്നത് അതാണ് അതിൻ്റെ ഇൻപുട്ട് നോയിസ് ആയിട്ട് ഞാൻ കൺസിഡർ ചെയ്തേക്കുന്നത്. ഇനി ഈ ഇൻപുട്ട് നോയിസ് ആംപ്ലിഫയറിലോട്ട് കയറിയിട്ടുള്ളതുകൊണ്ട് അതിൻ്റെ ഔട്ട്പുട്ടിലും എനിക്കൊരു നോയിസ് ജനറേറ്റ് ചെയ്യുന്നുണ്ടാവും. അതിനെ ഞാൻ PNO എന്ന് റെപ്രസെൻറ്റ് ചെയ്യും. എന്താണ് നോയിസ് ഫിഗർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റേഷ്യോ ഔട്ട്പുട്ട് സിഗ്നൽ ടു നോയിസ് റേഷ്യോ ആണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. അതുപോലെ ഇൻപുട്ട് സിഗ്നൽ ടു നോയിസ് റേഷ്യോ. ഇപ്പോൾ നോയിസ് ഫിഗറിന് ഞാൻ പറഞ്ഞു T0 എന്ന് പറയുന്ന അബ്സല്യൂട്ട് ടെമ്പറേച്ചർ കെൽവിനിലെടുക്കുക 290, ആൻഡ് ഇൻപുട്ട് സിഗ്നൽ പവർ PSI ആണ്. ഇൻപുട്ട് തെർമൽ നോയിസ് പവർ എന്ന് പറയുന്ന KT0BN. ഇത് ഇൻപുട്ട് സിഗ്നൽ പവർ PSI, ഔട്ട്പുട്ട് സിഗ്നൽ പവർ PSO, ഇൻപുട്ട് നോയിസ് പവർ എന്ന് പറയുന്ന KT0BN, ഔട്ട്പുട്ട് നോയിസ് പവർ എന്ന് പറയുന്ന PNO. ഇപ്പോൾ ഇൻപുട്ട് സിഗ്നൽ ടു നോയിസ് റേഷ്യോ എടുക്കണമെങ്കിൽ ഞാൻ ഇൻപുട്ട് സൈഡ് മാത്രം എടുക്കുന്നു, സിഗ്നൽ ടു നോയിസ് റേഷ്യോ. So PSI divided by KT0BN, PSI divided by KT0BN. ഇനി ഇതൊരു നോയിസ് ലെസ് ആംപ്ലിഫയർ ആണെന്നാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ ഇതിനകത്ത് കയറി വരുന്ന സിഗ്നൽസിൽ നോയിസ് ഒന്നും അഫക്റ്റ് ആവുന്നില്ല. മീൻസ് PSO എന്തായിരിക്കും എന്ന് പറയാമോ? പറയാമോ? ഞാൻ PSI എന്ന് പറഞ്ഞൊരു സിഗ്നൽ കൊടുത്തു, അതൊരു ആംപ്ലിഫയറിലോട്ടാണ് കൊടുത്തത്. ആ ആംപ്ലിഫയർ പ്രത്യേകിച്ച് നോയിസ് ഒന്നും ജനറേറ്റ് ചെയ്യുന്നില്ല, പക്ഷെ അതിൻ്റെ ഗെയിൻ എന്ന് പറയുന്നത് G ആണ്. അങ്ങനെയാണെങ്കിൽ PSOനെ എനിക്ക് എന്തായിട്ട് എഴുതാൻ പറ്റുമെന്ന് പറയാമോ? PSO is equal to നിങ്ങളവിടെ ഉണ്ടോ? ഗെയിൻ ഇൻറ്റു PSI. ഗെയിൻ ഇൻറ്റു PSI. ഇനി PNO എന്ത് വരുമെന്ന് പറയാമോ? ഗെയിൻ ഇൻറ്റു PNI. ഗെയിൻ ഇൻറ്റു PNI മീൻസ് ഇവിടെ വേറെ ഫാക്ടേഴ്സ് ഒന്നും വരുന്നില്ല, ഗെയിൻ ഇട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നേ ഉള്ളൂ. അപ്പം ഞാൻ പറഞ്ഞു, ഇവിടെ ഞാൻ സിഗ്നൽ ടു നോയിസ് റേഷ്യോ എടുക്കുവാണെങ്കിൽ S/N ഇൻപുട്ട് സൈഡിൽ എടുക്കുവാണെങ്കിൽ എനിക്ക് എന്താ വരുന്നത്? PSI ഡിവൈഡഡ് ബൈ KT0BN. ഔട്ട്പുട്ട് സൈഡിൽ എടുത്താൽ എന്ത് വരും? ഔട്ട്പുട്ട് സൈഡിൽ എടുത്താൽ എന്ത് വരും? PSI by KT. സെയിം തന്നെ വരും. ഇൻപുട്ട് സൈഡിൽ എന്താണോ എൻ്റെ SNR വന്നത് അത് തന്നെ എനിക്ക് ഔട്ട്പുട്ട് സൈഡിൽ വരും. പക്ഷെ എന്ത് കണ്ടീഷനിലാണ്? ഇതൊരു ഐഡിയൽ നോയിസ്ലെസ് ആംപ്ലിഫയർ ആണ് എങ്കിൽ മാത്രമേ എനിക്ക് പറയാൻ പറ്റൂ ഔട്ട്പുട്ട് SNR ഈസ് ഈക്വൽ ടു ഇൻപുട്ട് SNR. ഞാൻ ഇവിടെ ഇൻപുട്ട് SNR കണ്ടുപിടിച്ചു, PSI by KT0BN
ഔട്ട്പുട്ട് എസ് എൻ ആർ കണ്ടുപിടിക്കേണ്ടത് എനിക്ക് സെയിം തന്നെ വരുന്നു, പി എസ് ഐ ബൈ കെ ടി സീറോ ബി എൻ. അപ്പോൾ രണ്ടും നോക്കിയപ്പോൾ എനിക്ക് ഇൻപുട്ട് ഈസ് ഈക്വൽ ടു ഔട്ട്പുട്ട് വന്നു. എന്ത് കണ്ടീഷനിൽ? ആംപ്ലിഫയർ എന്ന് പറയുന്നത് നോയ്സ്ലെസ് ആണെങ്കിൽ മാത്രം. പക്ഷെ ഒരു നോയ്സ്ലെസ് കണ്ടീഷൻ അല്ല, പകരം ഒരു നോയ്സി ആംപ്ലിഫയർ ആണെങ്കിൽ എനിക്ക് അവിടെ റെപ്രസെന്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഫാക്ടറാണ് നോയ്സ് ഫാക്ടർ. അതായത് നോയ്സ് ഫിഗറിനെ ഞാൻ ഡെസിബലിൽ റെപ്രസെന്റ് ചെയ്യുന്ന സാധനമാണ് ഈ നോയ്സ് ഫാക്ടർ. ഓക്കെ, നോയ്സ് ഫിഗർ എന്ന് പറയുന്നത് ഞാൻ നോയ്സ് ഫാക്ടർ ഡെസിബലിൽ റെപ്രസെന്റ് ചെയ്യുന്നതാണ്. സോ നോയ്സി ആംപ്ലിഫയർ ആണ് എടുക്കുന്നതെങ്കിൽ എന്ത് ഡിഫറൻസ് വരും എന്നുള്ളതാണ് നിങ്ങളിവിടെ നോക്കാൻ പോകുന്നത്. അപ്പം നേരത്തെ നമുക്ക് ഇൻപുട്ട് എസ് എൻ ആറിൽ വ്യത്യാസമൊന്നുമില്ല, പി എസ് ഐ ബൈ കെ ടി സീറോ ബി എൻ തന്നെയാണ്. പക്ഷെ ഔട്ട്പുട്ട് എസ് എൻ ആറിൽ ഒരു ഡിഫറൻസ് വരും. ഈ എഫ് എന്ന് പറയുന്ന ഒരു ഫാക്ടറും കൂടെ നമുക്കിവിടെ മൾട്ടിപ്ലൈ ചെയ്ത് വരും. അപ്പോൾ എഫ് എന്നൊരു ഫാക്ടറും കൂടെ വരുന്നതുകൊണ്ട് നമുക്ക് എപ്പോഴും നോയ്സ് ആഡഡ് ആണെങ്കിൽ ഔട്ട്പുട്ട് എസ് എൻ ആർ വിൽ ബി ഓൾവേസ് ലെസ് ദാൻ ഇൻപുട്ട് എസ് എൻ ആർ. ഓക്കെ, സിഗ്നൽ ടു നോയ്സ് റേഷ്യോ കൂടിയിരിക്കുന്നതാണോ കുറഞ്ഞിരിക്കുന്നതാണോ നല്ലത്? കൂടിയിരുന്നാലാണ് നമുക്ക് പറയുന്നത് സിഗ്നലിന്റെ ക്വാളിറ്റി കൂടുതലാണെന്ന്. അപ്പം നേരത്തെ ഫിഗറിൽ നമ്മൾ കണ്ടു അത് നോയ്സ്ലെസ് ആംപ്ലിഫയർ ആയതുകൊണ്ട് ഔട്ട്പുട്ട് സൈഡിലും ഇൻപുട്ട് സൈഡിലും എനിക്ക് സെയിം എസ് എൻ ആർ തന്നെ കിട്ടി. അതായത് ഞാനിവിടെ ഒരു 100 dB എസ് എൻ ആറിലുള്ള സിഗ്നലാണ് കൊടുക്കുന്നതെങ്കിൽ എനിക്ക് ഇവിടെ കിട്ടുന്നതും സെയിം 100 dBയിലുള്ള സിഗ്നൽ തന്നെ കിട്ടും, കാരണം അവിടെ നോയ്സ്ലെസ് ആംപ്ലിഫയർ ആയിരുന്നു. പക്ഷെ രണ്ടാമത് ഞാൻ പറഞ്ഞ കേസിൽ നോയ്സി ആംപ്ലിഫയർ ആയതുകൊണ്ട് തന്നെ ഇവിടെ ഞാനൊരു 100 dB ുള്ള സിഗ്നലാണ് കൊടുക്കുന്നതെങ്കിൽ, അല്ലെങ്കിൽ എസ് എൻ ആർ ഉള്ള സിഗ്നലാണ് എടുക്കുന്നതെങ്കിൽ ഇവിടെ എനിക്കൊരു 90 dB ആയിരിക്കും. അതായത് ഞാൻ ഇവിടെ ഇരുന്ന് പറയുന്ന അതേ സ്ട്രെങ്തിലല്ല നിങ്ങൾക്ക് അവിടെ കിട്ടിയേക്കുന്നത്. മേ ബി നിങ്ങൾക്ക് അതിൻ്റെ നോയ്സ് ആഡായിട്ട് ഇതിൻ്റെ സ്ട്രെങ്ത് കുറഞ്ഞുള്ള ഒരു സിഗ്നൽ ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത്. അപ്പം നിങ്ങൾ കേൾക്കുന്ന സിഗ്നലിൻ്റെ സിഗ്നൽ ടു നോയ്സ് റേഷ്യോ മെഷർ ചെയ്താൽ ചിലപ്പോൾ 90 dB കാണും. പക്ഷെ ഞാനിവിടെ നിന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന 100 dB. ഇതൊക്കെ വാല്യൂസ് ഇങ്ങനെ 100 dB ആണെന്നൊന്നും അല്ല സ്പീച്ച് സിഗ്നലിൻ്റെ എക്സാമ്പിൾ പറഞ്ഞതാണ്. ഓക്കെ, അപ്പം അതാണ് ഇവിടെ കാണിച്ചേക്കുന്നത്. നോയ്സ് ഫാക്ടർ എന്ന് പറയുന്നത് നമ്മൾ കൺസിഡർ ചെയ്യുന്ന എന്തിനാ? സിഗ്നലിന്റെ ക്വാളിറ്റി മെഷർ ചെയ്യാൻ. നോയ്സ് ഫാക്ടർ ഈസ് ഡിഫൈൻഡ് ആസ് സിഗ്നൽ ടു നോയ്സ് റേഷ്യോ അറ്റ് ദ ഇൻപുട്ട് ഡിവൈഡഡ് ബൈ സിഗ്നൽ ടു നോയ്സ് റേഷ്യോ അറ്റ് ദ ഔട്ട്പുട്ട്. ഇതിന്റെ റേഷ്യോ എടുക്കുന്നതിനെയാണ് നമ്മൾ നോയ്സ് ഫാക്ടർ എന്ന് പറയുന്നത്. അതിനെ ഞാൻ dBയിൽ റെപ്രസെന്റ് ചെയ്യണം. ഓക്കെ, സോ ഇവിടെ നമ്മൾ കാണിച്ചു സിഗ്നൽ ടു നോയ്സ് ഇൻപുട്ട് എന്ന് പറയുന്ന പി എസ് ഐ ബൈ കെ ടി സീറോ ബി എൻ, നമ്മുടെ പി എസ് ഐ ഡിവൈഡഡ് ബൈ കെ ടി സീറോ ബി എൻ. നേരത്തെ കേസിൽ ഇതേ വാല്യൂ തന്നെയായിരുന്നു നമുക്ക് ഔട്ട്പുട്ട് കിട്ടി. ഇപ്പൊ നമുക്ക് നോക്കാം എന്താണ് ഔട്ട്പുട്ട് വരുന്നത്. പി എസ് ഒയും പി എൻ ഒയും അറിയണം. സോ ഇവിടെ നമുക്ക് എസ് എൻ ആർ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ജി പി എസ് ഐ ഡിവൈഡഡ് ബൈ പി എൻ നോട്ട്. ഈ പി എൻ നോട്ട് എന്ന് പറയുന്ന സ്ഥലത്താണ് നമുക്ക് എഫ് എന്ന് പറയുന്ന സാധനവും കൂടെ കയറി വരുന്നത്. ഓക്കെ, അപ്പൊ ഇതിന്റെ രണ്ടിന്റെ റേഷ്യോ എടുക്കുക, ദാറ്റ് ഈസ് എസ് ബൈ എൻ. അതാണ് ഇവിടെ പറഞ്ഞേക്കുന്നത്, സിഗ്നൽ ടു നോയ്സ് റേഷ്യോ അറ്റ് ദ ഇൻപുട്ട് ഡിവൈഡഡ് ബൈ സിഗ്നൽ ടു നോയ്സ് റേഷ്യോ അറ്റ് ദ ഔട്ട്പുട്ട്. സോ ഇത് ഡിവൈഡ് ചെയ്യുമ്പോൾ എനിക്ക് കിട്ടുന്ന പി എൻ നോട്ട് ഡിവൈഡഡ് ബൈ ജി കെ ടി സീറോ ബി എൻ. ഇവിടെ ഈ എഫ് എന്ന് പറയുന്നതാണ് നമ്മുടെ നോയ്സ് ഫിഗർ. അപ്പൊ പി എൻ നോട്ടിന്റെ എക്സ്പ്രഷൻ ആണ് ഇവിടെ കണ്ടുപിടിച്ചത്. നേരത്തെ പി എൻ നോട്ട് എന്തായിരുന്നു എന്ന് പറയാവോ? നോയ്സ്ലെസ്സിൽ എന്തായിരുന്നു പി എൻ നോട്ട്? ഗെയിൻ ഇൻറ്റു പി എൻ ഐ ആയിരുന്നു നമുക്ക് വന്നിട്ടുണ്ടായിരുന്നത്. ഇവിടത്തെ കേസിൽ വരുമ്പോൾ നമുക്കൊരു അഡീഷണൽ സംഭവം കൂടെ വരുവാണ്. അതായത് കെ ടി സീറോ ബി എൻ ആണ് നിങ്ങളുടെ പി എൻ, അതായത് ഇൻപുട്ട് സൈഡിൽ കൊടുത്ത പവർ. നേരത്തെ ജി ഇൻറ്റു പി എൻ എ വന്നിട്ടുള്ളായിരുന്നു. ഇപ്പൊ നമുക്കൊരു അഡീഷണൽ ഫാക്ടർ എഫ്, നോയ്സ് ഫാക്ടറും കൂടെ നമ്മൾ കൺസിഡർ ചെയ്യണം. എന്ത് കണ്ടീഷനിൽ? നമ്മുടെ ആംപ്ലിഫയർ നോയ്സി ആണെങ്കിൽ ഈ എഫും കൂടെ മൾട്ടിപ്ലൈ ചെയ്തിട്ടായിരിക്കും നോയ്സ് പവർ വരുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് ഇവിടെ കാണിച്ചേക്കുന്നത്, എഫ് ഇൻറ്റു ജി കെ ടി സീറോ ബി എൻ. നേരത്തെ അങ്ങനെയല്ല, ജി ഇൻറ്റു കെ ടി സീറോ ബി എൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇവിടെ ഈ നോയ്സ് ഫാക്ടർ എന്ന് പറയുന്ന നോയ്സിനെ മാത്രമേ എഫക്റ്റ് ചെയ്യുള്ളൂ, അല്ലാതെ നിങ്ങൾ ഗെയിനിലോ ഈ സിഗ്നലിലോട്ട് എടുത്ത് എഫ് മൾട്ടിപ്ലൈ ചെയ്യേണ്ട കാര്യമില്ല. കണ്ടോ, ജി പി എസ് എ അതുപോലെ തന്നെ നിൽക്കും. നോയ്സിന്റെ കേസിൽ മാത്രമേ നമ്മൾ എഫ് മൾട്ടിപ്ലൈ ചെയ്യുള്ളൂ. ഇനി നോയ്സ് ഫിഗർ എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു, നോയ്സ് ഫാക്ടറിനെ നമ്മൾ ഡി ബിയിലോട്ട് കൺവേർട്ട് ചെയ്യുന്നതിനാണ് നമ്മൾ നോയ്സ് ഫിഗർ എന്ന് പറയുന്നത്. സോ 10 log f എടുക്കുക. ഇനി അതിന്റെ ഒരു പ്രോബ്ലം ആണ് തന്നേക്കുന്നത്. നിങ്ങൾ ഈ പ്രോബ്ലംസ് ജസ്റ്റ് നോക്കുക, ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. ഓക്കെ, ഇനി ഇതും അടുത്ത ഒരു ഡെറിവേഷൻ ആണ്. അതായത് കെ ടി സീറോ ബി എൻ എന്ന് പറയുന്നത്, നിങ്ങൾക്ക് ഇരുന്ന് കേൾക്കുന്നതോട് കുഴപ്പമുണ്ടോ? ഈ ഒരു ഡെറിവേഷനും കൂടെ ഉള്ളൂ.
നിങ്ങളുടെ എക്സാം നടക്കുന്നതുകൊണ്ട് എനിക്ക് അത്ര ഇത് തോന്നുന്നില്ല, മീൻസ് നിങ്ങളുടെ ടൈം എന്നുള്ളത്. ഇതും കൂടെ പറയട്ടെ? ഓക്കെ. അപ്പോൾ ആംപ്ലിഫയർ ഇൻപുട്ട് നോയിസ് ഇൻ ടേംസ് ഓഫ് എഫ്, ഞാൻ നേരത്തെ പറഞ്ഞു ഞാൻ ഇവിടെ കൺസിഡർ ചെയ്യുന്ന എന്താണ് ആംപ്ലിഫയർ, ഒരു നോയ്സ്ലെസ് ആംപ്ലിഫയർ നിങ്ങൾ ആദ്യം കൺസിഡർ ചെയ്തു, പിന്നെ നോയ്സ്, ഇത് നോയ്സ്ലെസ് അല്ലേ, ഞാൻ ഇവിടെ വെട്ടുക, നോയ്സ് ആംപ്ലിഫയർ ആണ്, കാരണം ഇവിടെ നോയ്സ് ഫാക്ടർ കൊടുത്തിട്ടുണ്ട്. അതായത് എത്ര ഇൻപുട്ട് നോയ്സ് ആണ് ഇത് പ്രൊവൈഡ് ചെയ്യുന്നതെന്നുള്ളത് നമുക്ക് കണ്ടുപിടിക്കണം. നിങ്ങൾ നേരത്തെ കണ്ടു KT0BN ഞാൻ ഇൻപുട്ട് കൊടുത്തു, എനിക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് പവർ എന്ന് പറയുന്നത് F×G×KT0BN. അതായത് ഈ ഒരു സ്റ്റേജ് എത്ര നോയ്സ് പവർ ആണ് കൊടുക്കുന്നത്, എനിക്ക് ഈ ഒരു ഫോർമുല കിട്ടാൻ വേണ്ടി ഈ ഒരു നോയ്സ് സ്റ്റേജ് എത്രയാണ് കൊടുക്കുന്നത്, ആ കൊടുത്തേക്കുന്ന വാല്യൂ ആണ് ഇവിടെ കാണിച്ചേക്കുന്നത്, ഇതിന്റെ ഡെറിവേഷനാണ് നമുക്ക് ചെയ്യാനുള്ളത്. F-1/KT0BN നോയ്സ് പവർ കൊടുത്താലാണ് നമുക്ക് ഈ ഇക്വേഷൻ കിട്ടുന്നത്. അപ്പോൾ അതാണ് ഇവിടെ കാണിച്ചേക്കുന്നത്. Amplifier noise is generated in many components throughout the amplifier. It is convenient to imagine to originate from some equivalent power source at the input of the amplifier. So ഞാൻ ഇവിടെ ഒരു പവർ സോഴ്സ് കൺസിഡർ ചെയ്യാണ്, ഇൻപുട്ട് ആംപ്ലിഫയറിന്റെ ഇൻപുട്ടിൽ ഒരു പവർ സോഴ്സ് ഉണ്ട്, അത് ജനറേറ്റ് ചെയ്യുന്ന പവർ ആയിട്ടാണ് ഞാൻ കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ ഈ PN0 എന്ന് പറയുന്നത് G×PNI, നിങ്ങൾക്കറിയാം ഇത് കൊടുക്കുന്ന ഗെയിൻ എന്ന് പറയുന്നത് എന്താണ്, G×PNI, ഇതാണ് നിങ്ങളുടെ PNI. അതിൻ്റെ കൂടെ ഈ ഗെയിൻ മൾട്ടിപ്ലൈ ചെയ്തിട്ടാണ് നമുക്ക് PN0 കിട്ടുന്നത്. ഇവിടെ നമുക്ക് കിട്ടുമ്പോൾ ഒരു എക്സ്ട്രാ ടേം വരുന്നുണ്ട് F. ഓക്കെ, അപ്പോൾ PNI എന്ന് പറഞ്ഞാൽ ഈ ഇക്വേഷൻ എന്താണ്, PN0/G. അപ്പോൾ PN0 ഇതാണ്, ഡിവൈഡഡ് ബൈ G ചെയ്യുമ്പോൾ F×K/T0BN, ഈ ഇക്വേഷൻ. ഇനി സോഴ്സ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന പവർ എന്ന് വെച്ചാൽ ഇതാണ് നമ്മുടെ സോഴ്സ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന നോയ്സ് പവർ, ഇത്രയാണ് KT0BN. നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് പവർ എന്ന് പറയുന്നത് ഇതാണ്. അപ്പൊ ഇത് രണ്ടും കൂടെ മൈനസ് ചെയ്താൽ കിട്ടത്തില്ലേ നമുക്ക് എത്രയാണ് പവർ വരുന്നത് എന്നുള്ളത്. സോ PNI ഡിവൈഡഡ് മൈനസ് P സോഴ്സ്, FK/T0BN മൈനസ് KT0BN. ഇത്രയും നോയ്സ് പവർ ആണ് ഈ ഒരു സ്റ്റേജ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇതിന്റെ ഔട്ട്പുട്ടിൽ കൊടുത്തേക്കുന്നത് മൈനസ് ഇൻപുട്ടിൽ കൊടുത്തേക്കുന്നത് ചെയ്താൽ മതിയാവും. ഇവിടെ നമ്മൾ ഗെയിൻ എന്നുള്ള പാരാമീറ്റർ കളഞ്ഞിട്ടാണ് ആ നോയ്സ് പവർ എടുത്തേക്കുന്നത്. ഓക്കെ, സോ PNI മൈനസ് P സോഴ്സ് ചെയ്യുമ്പോൾ എനിക്ക് ഇത്രയും പവറാണ് കിട്ടുന്നത്. മീൻസ് ഞാൻ ഇവിടെ നിന്ന് PNI എന്ന് പറഞ്ഞ KT0BN പവർ കൊടുത്താൽ ഈ ഇൻപുട്ട് ആംപ്ലിഫയറിന്റെ ഇൻപുട്ടിൽ എത്ര നോയ്സ് ആഡ് ആവും, F-1/KT0BN. F എന്ന് പറയുന്നത് എന്താ, നോയ്സ് ഫാക്ടർ, K എന്ന് പറയുന്ന ബോൾട്ട്സ്മാൻ കോൺസ്റ്റന്റ്, T എന്ന് പറയുന്ന ടെമ്പറേച്ചർ ഇൻ കെൽവിൻ, BN എന്ന് പറയുന്ന ബാൻഡ്വിഡ്ത്ത്. ഓക്കെ, ഇനി അതിന്റെ ഒരു പ്രോബ്ലം ആണ് അവിടെ കൊടുത്തേക്കുന്നത്. ഇനി നോയ്സ് ഫാക്ടർ ഓഫ് ആംപ്ലിഫയേഴ്സ് ഇൻ കാസ്കേഡ്, ഒന്നുകിൽ അങ്ങനെ ഡയറക്റ്റ് ചോദിക്കും, അല്ലെങ്കിൽ നിങ്ങളോട് ചോദിക്കുന്ന ഡിറൈവ് ഫ്രിസ് ഫോർമുല എന്ന് ചോദിക്കും. അത് ഫ്രിസ് ഫോർമുല ആംപ്ലിഫയർ ഗെയിനിനും ഉണ്ട്, അതുപോലെ തന്നെ ടെമ്പറേച്ചറിനും വരും. ഇതാണ് ടെമ്പറേച്ചർ എന്നുള്ള ഫ്രിസ് ഫോർമുല. അല്ലെങ്കിൽ ആംപ്ലിഫയറിന്റെ ഗെയിൻ വെച്ചിട്ടും പറയുന്നതാണ്, ആംപ്ലിഫയറിന്റെ നോയ്സ് ഫാക്ടറിന് കൺസിഡർ ചെയ്തുള്ള ഫ്രിസ് ഫോർമുല. ഒന്നുകിൽ ഫ്രിസ് ഫോർമുല ഡിറൈവ് ചെയ്യാൻ ഡയറക്റ്റ് ചോദിക്കാം, അല്ലെങ്കിൽ നിങ്ങളോട് ചോദിക്കും എന്താണ് ആംപ്ലിഫയേഴ്സിനെ കാസ്കേഡ് ആയിട്ട് കണക്ട് ചെയ്താൽ എന്താണ് നോയ്സ് ഫാക്ടർ, അല്ലെങ്കിൽ എന്താണ് അതിന്റെ ഇക്വേഷൻ എന്ന് ചോദിക്കും. അപ്പോൾ ഇവിടെ നോക്കിയാൽ രണ്ട് ആംപ്ലിഫയർ ഞാൻ കൺസിഡർ ചെയ്തിട്ടുണ്ട്, ആംപ്ലിഫയർ 1 ആൻഡ് ആംപ്ലിഫയർ 2. അതിന് ഗെയിൻ ഉണ്ട് G1 ആൻഡ് G2. അതിന് നോയ്സ് ഫാക്ടർ F1 ഞാൻ കൺസിഡർ ചെയ്തു. ഇത് നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട, ഞാൻ നോട്ട്സിൽ എഴുതിയിട്ടുണ്ട്, അത് നോയ്സി അല്ല ഐഡിയലാണ്, അതായത് നോയ്സ് ഫാക്ടർ F2 അവിടെ വരുന്നില്ല. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കിയാൽ അറിയാം 2 ആംപ്ലിഫയേഴ്സ് ഇൻ കാസ്കേഡ്. എനിക്ക് കണ്ടുപിടിക്കാനുള്ള ഈ എല്ലാ സ്റ്റേജിൻ്റെയും കൂടെ ഇക്വലന്റ് F ആണ് കണ്ടുപിടിക്കാനുള്ളത്, നോയ്സ് ഫിഗർ. ഓക്കെ, അപ്പോൾ അതിന് കാസ്കേഡ് ചെയ്യുമ്പോൾ ഞാൻ ആംപ്ലിഫയർ 1നെ ഒരു നോയ്സി ആംപ്ലിഫയർ ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. നോയ്സി ആംപ്ലിഫയർ ആയതുകൊണ്ട് തന്നെ അതിൻ്റെ ഇൻപുട്ട് അല്ല ഇവിടെ, നിങ്ങളത് നോട്ട് വായിച്ചു വരുമ്പോൾ, അതായത് പഠിച്ചു വരുമ്പോൾ മനസ്സിലാവും ഇത് ഔട്ട്പുട്ടാണ്, ഞാൻ എഴുതിയേക്കുന്നതിൽ തെറ്റാണ്. ഇവിടെ നിന്ന് F എന്ന് പറയുന്ന ഞാൻ പറഞ്ഞു ഒരു ഇനിഷ്യൽ സ്റ്റേജിൽ ഒരു നോയ്സ് ഫാക്ടർ ഞാൻ കൺസിഡർ ചെയ്യുവാണെങ്കിൽ എനിക്ക് ഇതിന്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് നിങ്ങൾ നേരത്തെ പഠിച്ച ഇക്വേഷനാണ്, F/G/KT0BN. അത് തന്നെ ഇവിടെ എടുത്തേക്കുന്നത് F1/G1/KT0BN. F/G/KT0BN എന്നുള്ള ഡെറിവേഷനാണ് നിങ്ങൾ നേരത്തെ പഠിച്ചത്. അപ്പൊ ഇവിടെ ഞാൻ ഫസ്റ്റ് സ്റ്റേജിന് G1 F1 എന്ന് റെപ്രസെന്റ് ചെയ്തേക്കുന്നതുകൊണ്ട്
എനിക്ക് F1 G1 KT0 B എന്ന് നൽകും. സോ അതിൻ്റെ ഔട്ട്പുട്ടിൽ വരുന്ന നോയ്സ് പവർ എന്ന് പറയുന്നത് ഇതാണ്. ഈ നോയ്സ് പവർ ആണ് അടുത്ത സ്റ്റേജിനുള്ള ഇൻപുട്ടായിട്ട് പോയേക്കുന്നത്. സെക്കൻഡ് ആംപ്ലിഫയറിന്റെ നോയ്സ് പവർ ഇൻപുട്ട് എന്ന് പറയുന്നത് F1 G1 KT0 B എന്നാണ്. ദിസ് ഇസ് ഗിവൺ ആസ് ഇൻപുട്ട് ടു ആംപ്ലിഫയർ 2. സോ ഇൻപുട്ട് നോയ്സ് ഓഫ് ആംപ്ലിഫയർ 2 F2 - 1 into KT0 B. ഇത് നമ്മൾ നേരത്തെ ഡിറൈവ് ചെയ്തു. F - 1 into KT0 B എന്നുള്ള നോയ്സ് ആണ് ഇവിടെ ജനറേറ്റ് ആവുന്നതെന്ന് ഞാൻ നേരത്തെ ഇപ്പൊ പറഞ്ഞു. അത് ബേസ് ചെയ്തിട്ടാണ് ഇവിടെ ജനറേറ്റ് ആവുന്ന നോയ്സ് എന്ന് പറയുന്നത് ഈ സെക്കൻഡ് സ്റ്റേജിന്റെ F2 - 1 into KT0 B എന്നുള്ളത് കൺസിഡർ ചെയ്യുന്നത്. സോ അതാണ് F2 - 1 into KT0 B. അപ്പൊ ടോട്ടൽ നോയ്സ് പവർ എങ്ങനെ പറയാം? ഈ സ്റ്റേജിൽ ഇവിടെ ഇതുണ്ട്, ഈ ആംപ്ലിഫയറിന്റെ തൊട്ട് മുന്നേ ഇതുമുണ്ട്. മീൻസ് ഇത്രയും ഭാഗത്ത് എനിക്ക് കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? രണ്ടിനെയും കൂടെ ആഡ് ചെയ്യണം. സോ ഞാൻ രണ്ടിനെ എടുത്ത് ആഡ് ചെയ്ത് സിംപ്ലിഫൈ ചെയ്തെടുത്തേക്കുന്നതാണ് ഈ കാണിച്ചേക്കുന്നത്. ഔട്ട്പുട്ട് പവർ എന്ന് പറയുന്നത് ഈ സെക്കൻഡ് സ്റ്റേജിന്റെ PN0 എടുക്കുമ്പോൾ ഞാൻ F2 കൺസിഡർ ചെയ്യേണ്ട, ജസ്റ്റ് G ഇട്ട് മൾട്ടിപ്ലൈ ചെയ്ത് എടുത്താൽ മതി. ഈ ആൻസറിനെ രണ്ടും കൂടെ ആഡ് ചെയ്തതിനെ ഞാൻ G2 മാത്രം മൾട്ടിപ്ലൈ ചെയ്താൽ മതി. F2 ഞാൻ എടുക്കുന്നില്ല, കാരണം ആംപ്ലിഫയർ 2 എന്ന് പറയുന്നത് ഞാൻ നോയ്സ്ലെസ് ആയിട്ട് കൺസിഡർ ചെയ്യുവാണ്. അതുകൊണ്ട് F2 ഞാൻ എടുക്കുന്നില്ല. സോ G2 ഇട്ട് മൾട്ടിപ്ലൈ ചെയ്തു, എന്നിട്ടൊന്ന് സിംപ്ലിഫൈ ചെയ്ത് ഈ എക്സ്പ്രഷനിലോട്ട് കൊണ്ടുവന്നു. ഇനി ഓവറോൾ ഗെയിൻ എന്ന് പറയുന്നത് ഇവിടെ രണ്ട് ആംപ്ലിഫയേഴ്സ് ആണ് ഉള്ളത്, G1 ഉം G2. സോ ഓവറോൾ ഗെയിൻ ഈസ് ഈക്വൽ ടു G1 into G2. ഓക്കെ, അപ്പോൾ ഓവറോൾ ഗെയിൻ എനിക്കറിയാമെങ്കിൽ എനിക്ക് സെക്കൻഡ് ഇതിന്റെ പവർ എനിക്ക് എഴുതാം. PN0 ഈസ് ഈക്വൽ ടു F into ഓവറോൾ F ആണ്, F1 F2 അല്ല, ഓവറോൾ F. G1 G2 എന്ന് പറയുന്നത് ഓവറോൾ ഗെയിൻ FG KT0 B. അതാണ് ഇവിടെ എഴുതിയേക്കുന്നത്, FG KT0 B. F എന്ന് പറയുന്നത് ഓവറോൾ F ആണ്, അല്ലാതെ F1 F2 അല്ല. എനിക്കിവിടെ കണ്ടുപിടിക്കാനുള്ളത് ഈ F ആണ്. സോ ഞാൻ ഇവിടെ ഇത് രണ്ടും സെയിം അല്ലേ, PN0 ഈക്വൽ ടു ഈക്വേഷൻ കിട്ടി, PN0 ഈക്വൽ ടു ഈക്വേഷനും കിട്ടി. ഇതിനെ രണ്ടിനെ ഞാൻ എന്ത് ചെയ്യും? ഇക്വേറ്റ് ചെയ്യുമ്പോൾ FG ഈസ് ഈക്വൽ ടു, അതായത് ഈ KT0 BN കട്ടാവും, ഈ KT0 BN കട്ടാവും. അപ്പോൾ എനിക്ക് കിട്ടും FG ഈസ് ഈക്വൽ ടു F1 G1 G2 പ്ലസ് F2 G2 മൈനസ് G2 എന്നുള്ള ഈ എക്സ്പ്രഷൻ കിട്ടും. ഇതിൽ എനിക്കറിയാം G എന്ന് പറയുന്നത് G1 G2 ആണ്, അത് ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു, സിംപ്ലിഫൈ ചെയ്ത് F1 കണ്ടുപിടിച്ചേക്കുവാണ്. ഇതിപ്പോൾ രണ്ട് സ്റ്റേജ് ഉള്ളെങ്കിൽ ഞാൻ പറയുവാണ്, ഓവറോൾ നോയ്സ് ഫാക്ടർ എന്ന് പറയുന്നത് ഫസ്റ്റ് സ്റ്റേജിന്റെ നോയ്സ് ഫാക്ടർ പ്ലസ് സെക്കൻഡ് സ്റ്റേജിന്റെ നോയ്സ് ഫാക്ടർ -1 ഡിവൈഡഡ് ബൈ ഫസ്റ്റ് സ്റ്റേജിന്റെ ഗെയിൻ. ഇനി എനിക്ക് തേർഡ് ഒരു സ്റ്റേജ് ഉണ്ടെങ്കിൽ F3 - 1 ഡിവൈഡഡ് ബൈ G1 G2. അപ്പോൾ ഇത് എത്ര സ്റ്റേജ് ഉണ്ടോ ഇത് കണ്ടിന്യൂ ചെയ്ത് പോകും. അടുത്ത സ്റ്റേജ് ആണെങ്കിൽ F4 - 1 ഡിവൈഡഡ് ബൈ G1 G2 G3. അങ്ങനെ ഇത് എക്സ്റ്റെൻഡ് ചെയ്തു പോകും. അപ്പോൾ 3-4 സിസ്റ്റം ഞാൻ കാസ്കേഡ് ചെയ്താൽ ഓവറോൾ സിസ്റ്റത്തിന്റെ നോയ്സ് ഫാക്ടർ അത് കണ്ടുപിടിക്കാൻ യൂസ് ചെയ്യുന്ന ഫോർമുലയാണ് ക്രിസ് ഫോർമുല. ഓക്കെ, നിങ്ങൾ പഠിക്കുമ്പോൾ മാത്രമേ നിങ്ങളിത് വായിച്ചു നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. എനിക്കറിയാം നിങ്ങൾ മൈനർ ഒന്നും അധികം സ്റ്റാർട്ട് ചെയ്ത് കാണത്തില്ല. അപ്പോൾ ഞാനിപ്പോൾ എത്ര ഇരുന്ന് പറഞ്ഞാലും നിങ്ങളുടെ ഇതിലോട്ട് ഇത് കയറുമെന്നല്ല ഞാൻ പറഞ്ഞത്. കുറച്ച് പേരെങ്കിലും കേൾക്കുന്നുണ്ടെങ്കിൽ കൊള്ളാം, ബാക്കിയുള്ളവർക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി, പറഞ്ഞു തരാം. ഓക്കെ, അപ്പോൾ അടുത്ത ഒരു ലാസ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് ഇതൊക്കെ നിങ്ങൾ ഇക്വലന്റ് നോയ്സ് ഫിഗർ കണ്ടുപിടിക്കാൻ വേറൊരു ഫോർമുല ഉള്ളതാണ്. ഇക്വലന്റ് നോയ്സ് റെസിസ്റ്റൻസും ആന്റിന റെസിസ്റ്റൻസ് തന്നിട്ടുണ്ടെങ്കിൽ ഈ എക്സ്പ്രഷൻ യൂസ് ചെയ്യാന്നുള്ളത്. ഇതൊക്കെ ഞാൻ അഡീഷണലി തന്നിട്ടുണ്ടെന്നേ ഉള്ളൂ, നിങ്ങൾ നോക്കണമെന്നില്ല. നോയ്സ് ടെമ്പറേച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് ടെമ്പറേച്ചറിലാണോ നോയ്സ് ജനറേറ്റ് ആവുന്നത് ഇന്ന റിസീവർ, അതിനെ നമുക്ക് നോയ്സ് ടെമ്പറേച്ചർ എന്ന് പറയാം. അപ്പോൾ ആ നോയ്സ് ടെമ്പറേച്ചറും നമ്മുടെ സാധാ ടെമ്പറേച്ചറും ഡിഫറെൻ്റ് ആണ്. സാധാ ടെമ്പറേച്ചർ T0 എന്നാണ് റെപ്രസെന്റ് ചെയ്യുന്നത്, നോയ്സ് ടെമ്പറേച്ചറിനെ TE എന്നാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഈ എക്സ്പ്രഷനിൽ നിങ്ങൾ നോക്കിയാൽ ഇവിടെ T0 എന്ന് പറയുന്നത് നമ്മുടെ സാധാ ടെമ്പറേച്ചറും TE എന്ന് പറയുന്നത് നമുക്ക് നോയ്സ് ടെമ്പറേച്ചറുമായിട്ടും കൺസിഡർ ചെയ്യാം. ഓക്കെ, അപ്പോൾ അതിനെയാണ് നമ്മൾ നോയ്സ് ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. TA എന്നോ TE എന്നോ, ഇവിടെ TA എന്നാണ് ഞാൻ റെപ്രസെന്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഈസ് അസോസിയേറ്റഡ് ഓൺലി വിത്ത് ദ അവൈലബിൾ നോയ്സ് പവർ. ഇറ്റ് ഈസ് നോട്ട് സെയിം ആസ് ദ ഫിസിക്കൽ ടെമ്പറേച്ചർ ഓഫ് എ നോയ്സ് സോഴ്സ്. ഫിസിക്കൽ ടെമ്പറേച്ചറിന് ഇക്വലന്റ് അല്ല നോയ്സ് ടെമ്പറേച്ചർ. നോയ്സ് ടെമ്പറേച്ചർ എന്ന് പറയുന്നത് ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആണ്. അപ്പോൾ ഇവിടെ TE എന്ന് പറയുന്നത് നമ്മൾ കണ്ടുപിടിച്ചിരിക്കുന്നത് നോയ്സിന്റെ പവർ ഡിവൈഡഡ് ബൈ KPN. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് ഡിറൈവ് ചെയ്യാനുള്ള ഇതാണ് T ഈസ് ഈക്വൽ ടു TE1 പ്ലസ് TE2 ഡിവൈഡഡ് ബൈ G1 പ്ലസ് TE3 ഡിവൈഡഡ് ബൈ G1 D2.
അത് നമുക്ക് നേരത്തെ നമ്മൾ ഡിറൈവ് ചെയ്ത പ്രിസ് ഫോർമുല തന്നെയാണ് ഇവിടെ എടുത്തേക്കുന്നത്. ഈ ഇക്വേഷനിൽ നമ്മൾ ടെമ്പറേച്ചർ എന്നുള്ള കോൺസെപ്റ്റ് കൊണ്ടുവന്നേക്കുവാണ്. മീൻസ് ഈ ഒരു ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. എഫിനുള്ള ഇക്വേഷൻ നിങ്ങൾക്ക് ഓൾറെഡി നേരത്തെ പ്രിസ് ഫോർമുല അറിയാം. അപ്പോൾ ആ എഫിൽ നിന്ന് നിങ്ങൾ ടി എന്നുള്ള സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നിങ്ങൾക്ക് ഇവിടെ ഈ എക്സ്പ്രഷൻ കിട്ടും. ഓക്കെ, ഇത് നിങ്ങളൊന്ന് വായിച്ചു നോക്കുക. ആൻഡ് പ്രോബ്ലംസ് എല്ലാം നോക്കണം കേട്ടോ. ഈ ഒരു മൊഡ്യൂളിലെ ഞാൻ ഈ തന്നിരിക്കുന്ന ടൈപ്പ് പ്രോബ്ലംസ് എല്ലാം നോക്കുക, ചെയ്ത് നോക്കുക. തെറ്റിപ്പോവും, ചെയ്ത് തന്നെ നോക്കുക. കാരണം ആൻറ്റി ലോഗ് എടുക്കേണ്ടതും ലോഗ് എടുക്കേണ്ടതുമായിട്ടുള്ള പ്രോബ്ലംസ് ഉണ്ട്, അത് ചെയ്ത് തന്നെ നോക്കുക. ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കുക. ബാക്കി പോർഷൻസ് എന്ന് പറയുന്നത് അതിൻ്റെ അകത്ത് തിയറി ആയിട്ടുള്ള പോർഷൻസ് ആണ്. ഈ നോട്ട്സ് നിങ്ങൾ വായിച്ചാൽ മതി. ഞാൻ ആദ്യത്തെ നോയ്സ് എല്ലാം എന്താണ് എന്ന് മാത്രമേ പറഞ്ഞോളൂ. പക്ഷേ ഒരു 2 മാർക്കിന് ഒരു കാര്യം പറയാൻ പറഞ്ഞു. ഈ നോട്ട്സ് നിങ്ങൾ മാർക്ക് നിങ്ങൾക്ക് 60 മാർക്കിലാണെങ്കിൽ എക്സാം 3 മണിക്കൂർ തന്നെയാണ്. അതായത് നിങ്ങൾ പണ്ട് 100 മാർക്കിന് എങ്ങനെയാണോ എക്സാം എഴുതുന്നത് അത്രയും കാര്യങ്ങൾ എഴുതിയാലേ മാർക്ക് കിട്ടൂ. അല്ലാതെ 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണെന്ന് പറഞ്ഞിട്ട് 2 പോയിന്റ്സ് എഴുതി വിടരുത്. പണ്ട് നിങ്ങൾ 3 മാർക്കിന് എത്ര എഴുതുമോ അത്ര എഴുതുക. അതുപോലെ എസ് ഐയിലെല്ലാം എ പാർട്ട് 4 മാർക്കായിരിക്കും, എ ബി 4 4 ചെയ്താൽ 8 മാർക്ക് അങ്ങനെ ആയിരിക്കും. പക്ഷെ നിങ്ങൾ 10 മാർക്കിന് എഴുതുന്ന കാര്യങ്ങൾ എഴുതിയാലായിരിക്കും ആ 4 മാർക്ക് കിട്ടുന്നത്. അപ്പൊ മാർക്ക് കുറവാണ് എന്നുള്ള രീതിയിൽ ക്വസ്റ്റ്യൻസിനെ അറ്റംപ്റ്റ് ചെയ്യരുത്. മണിക്കൂർ 3 തന്നെയാണ്. അപ്പൊ അത്ര എഴുതിയാൽ മാത്രമേ മാർക്സ് കിട്ടുള്ളൂ. അത് നിങ്ങൾ നോക്കുക. ആൻഡ് കൂടുതൽ ടൈം പറഞ്ഞു. ആരെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടോ? പ്രീവിയസ് ക്വസ്റ്റ്യൻ ഉണ്ടോ? എന്ത് ക്വസ്റ്റ്യൻ? PYQ ഇല്ലേ? അനലോഗ് PYQ PIQ പ്രീവിയസ് ക്വസ്റ്റ്യൻ എനിക്ക് മനസ്സിലായില്ല. മുമ്പത്തെ ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടോ? പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങളുടെ സിലബസ് പുതിയതാണ്, മനസ്സിലായോ? നിങ്ങളുടെ സിലബസ് കഴിഞ്ഞ വർഷം വെച്ച് നോക്കുമ്പോൾ പുതിയതാണ്. കഴിഞ്ഞ വർഷത്തെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തരാം, പക്ഷെ അവരുടെ സിലബസുമായിട്ട് നിങ്ങൾക്ക് വ്യത്യാസമുണ്ട്. പിന്നെ നോക്കട്ടെ, ഒരു ക്വസ്റ്റ്യൻ ബാങ്കും കൂടെ ഷെയർ ചെയ്യാം. ഓക്കെ, അത് ബേസ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസ് ഒക്കെ നോക്കുക, തിയറി പോർഷൻസും ഒക്കെ നോക്കുക. ഓക്കെ മിസ്. ഓക്കെ, ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇൻഡിവിജ്വലി നിങ്ങൾക്ക് എന്നോട് ചോദിക്കാം കേട്ടോ. കാരണം ഇങ്ങനെ ക്ലാസ് വെക്കുന്നത് അത്ര ഇതല്ല. കാരണം നിങ്ങളുടെ യൂണിവേഴ്സിറ്റി എക്സാമിന്റെ ഇടയിൽ വെക്കുന്ന കുറച്ച് പിള്ളേർ എന്നോട് പറഞ്ഞായിരുന്നു മൈനറിന് മുന്നേ എടുത്താൽ കുഴപ്പമില്ല, കാരണം മൈനർ അല്ലേ പിന്നെ പഠിക്കാമല്ലോ. പക്ഷെ സ്റ്റുഡൻസ് പല ഇതുണ്ടല്ലോ, അവർക്ക് ഒരു ദിവസം മൈനർ പിന്നെ പഠിക്കാമല്ലോ. അപ്പൊ അന്ന് ക്ലാസ് എടുത്താൽ അന്ന് പഠിക്കാൻ പറ്റത്തില്ലല്ലോ എന്ന് ചോദിക്കുന്നതുണ്ട്. അപ്പൊ അത് ഒരു പ്രശ്നമാണ്. പക്ഷെ നിങ്ങളുടെ വേറെ എക്സാമിനിടയിൽ വന്നിട്ട് ഇതിന്റെ ക്ലാസ് എടുക്കുന്നതും ഒരു ബുദ്ധിമുട്ടാണ്. കാരണം നിങ്ങൾ പഠിക്കാൻ എടുക്കുന്ന സമയമായിരിക്കാം കുറച്ച് പേർക്കെങ്കിലും. അതുകൊണ്ടാണ് ഞാൻ ഫോഴ്സ് ചെയ്ത് ആരെയും ഒന്നും കയറാനും ഒന്നും പറയാത്ത. അതുകൊണ്ടാണ് എന്നാലും കുറച്ച് പേർക്ക് ഇത് നേരത്തെ വേണമെന്നുണ്ട്. അവരും അവരുടെ ഭാഗത്ത് ശരിയാണ്, നിങ്ങൾ നിങ്ങളുടെ ഭാഗത്ത് ശരിയാണ്. അപ്പൊ അതുകൊണ്ട് നോട്ട്സ് ഷെയർ ചെയ്തിട്ടുണ്ട്, ടെക്സ്റ്റ് ബുക്സ് ഷെയർ ചെയ്തിട്ടുണ്ട്, വീഡിയോസ് ഒക്കെ അവൈലബിൾ ആണ് കേട്ടോ യൂട്യൂബിൽ ഇതിന്റെയൊക്കെ. നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങനെ നോക്കാം. ഏതെങ്കിലും വേണമെങ്കിൽ എന്നോട് പറഞ്ഞാൽ ഞാൻ നോക്കി ഇട്ട് തരാം നിങ്ങൾക്ക് കുറച്ചും കൂടെ എളുപ്പമുള്ള രീതിയിലുള്ള. പിന്നെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ട്, വേറെ ക്ലാസ് എടുക്കണമെങ്കിൽ നിങ്ങൾ പറയുക, ഞാൻ എടുക്കാം. ഓക്കെ, മൊഡ്യൂൾ 3 കുറച്ച് ടോപ്പിക്സും കൂടെ ഉണ്ട്. ഇമേജ് എന്നുള്ള ഒരു കോൺസെപ്റ്റ് നിങ്ങൾ അത് വായിച്ച് നോക്കുക. മനസ്സിലാവുന്നില്ലെങ്കിൽ പറയാം, ഇതുപോലെ ഒരു ഓൺലൈൻ ക്ലാസ് എടുത്ത്. പിന്നെ ഒരു ക്വസ്റ്റ്യൻ ബാങ്ക് ഷെയർ ചെയ്യാൻ നോക്കാം ഫോർ എക്സാം. ഓക്കെ, താങ്ക് യു. Okay, miss. Thank you. Thank you, miss. Thank you, miss.